അല്ലല്ലോ. അതിങ്ങനെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞതിന് മൂപ്പരെന്താ ഉത്തരവാദി? അല്ല, ഈ കക്ഷി തന്നെ പറഞ്ഞുണ്ട്. ഈ കക്ഷി തന്നെ പലതും പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞതിന് എന്തുണ്ട്, കേട്ടതിനുള്ള സാക്ഷികളും ഉണ്ട്. അപ്പൊ അതെല്ലാം ഇപ്പൊ ഞങ്ങൾ വിവരിക്കണില്ല, മനസ്സിലായില്ലേ? പച്ച കള്ളം പറഞ്ഞത് അത് വേറെ ഉണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യണത്, കാട്ടുവളപ്പിൽ നൗഷാദ് ചോദിക്കുന്നത് ഒരു ഖറാത്തെങ്കിലും ചെയ്തത് തെളിയിക്കാൻ കഴിയുമോ? പച്ച കള്ളം പറഞ്ഞുണ്ട് നൗഷാദെ, അതിന്റെ രേഖയുണ്ട് ഞങ്ങളെടുത്ത്, തെളിവുണ്ട്. അത് മായ്ച്ചു കളഞ്ഞിട്ടില്ലല്ലോ അസ്കറെ, അതില്ലേ, ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതൊന്നും കളയാൻ പാടില്ല, അത് സൂക്ഷിച്ചു വെക്കണ്ടാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് എന്താ പറയാ, എന്നിട്ടാണ് നൗഷാദ് ചോദിക്കുന്നത് ഒരു കറാത്തെങ്കിലും ചെയ്തതുണ്ടോ? പച്ച കള്ളം. അത് ആരുടെയൊക്കെ പേരിൽ? പലരുടെയും പേരിൽ. കാന്തപുരം ഉസ്താദിന്റെ പേരിലും കളവ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെടുത്ത് രേഖയുണ്ട്, തെളിവുണ്ട്, മനസ്സിലായോ? ഇവിടെ വന്നിട്ട് ഈ UAE വന്നിട്ട് പ്രവർത്തകരോട് കളവ് പറഞ്ഞതിന്റെ തെളിവ് ഞങ്ങളെടുത്തുണ്ട്. ഇങ്ങനെ കളവ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കക്ഷി, ഈ കക്ഷിയാണത്ര എന്ത്, ഭയങ്കര ഷേഖ്. റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇത്തരം ആളുകളുടെ പിന്നിൽ ആരെങ്കിലും ഇനിയും കുടുങ്ങിയത് ബാക്കിയുണ്ടെങ്കിൽ വേഗം രക്ഷപ്പെട്ടാളേ, മനസ്സിലായോ? വേഗം രക്ഷപ്പെട്ടുള്ളൂ, അതാ പറയാനുള്ളത്. ഏതായാലും ആസ്കർ മേക്കെടുത്തുള്ളൂ. ഉസ്താദ് തിരിച്ചെത്തിയോ? ഉസ്താദ് അങ്ങനെയുണ്ട്. ഓക്കെ. ഉസ്താദ് നേരത്തെ പറഞ്ഞ ഭാഗം ശരിക്കും കേട്ടിട്ടില്ല ഉസ്താദ്. എന്നാ ഞാൻ അത് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞിട്ട് എടുക്കാം അസ്കർ രണ്ടാമത്. കാരണം ഉസ്താദ് നാട്ടിൽ നിന്നല്ല, ഉസ്താദിന് കൂടുതൽ ടൈം ഇത് ചെയ്യണം ശരിയല്ലല്ലോ, 1 മണിയാവാൻ പോവാണ് നാട്ടില്. അസ്കർ കേൾക്കണ്ട, അസ്കറിന് പിന്നെ ഇത് ചെയ്യാലോ. അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞ വിഷയം ഒന്നുകൂടി ഒന്ന് പറയണം. എന്തോ ഒരു കുട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതിങ്ങനെ കട്ടായതുകൊണ്ട് അസ്കർ എടുക്കാൻ വേണ്ടി. ഓക്കെ. എന്നാ അസ്കർ എടുത്തോട്ടെ. ഓക്കെ, ഞാൻ വയ്ക്കൂട്ടു. അസ്കർ എടുക്കാൻ വേണ്ടി. ഓക്കെ. എന്നാ അസ്കർ എടുത്തോട്ടെ. ഓക്കെ, ഞാൻ വയ്ക്കൂട്ടു. ഈ പവറുള്ള ഇലക്ട്രിക് ലൈനുമേ തൊടരുത് എന്ന് പറഞ്ഞതേ അത് പവറുള്ളതുകൊണ്ടാ. എല്ലാ അതേമാതിരി ഉസ്താദിനോട് വിട്ടു നിൽക്കാൻ പറഞ്ഞതേ അത് ഇങ്ങക്കൊന്നും അതിമേ പിടിച്ചാലും ചെയ്യില്ല, ഷോക്ക് അടിക്കുന്നുള്ളത് ഉറപ്പാണ്. അതാണ് AP ഉസ്താദ് അന്നാ തീരുമാനം എടുത്തത്. ചങ്ങായിമാർ, അതും ഇലക്ട്രിക് ലൈനുമേ തൊടരുത് എന്ന് പറഞ്ഞതേ അത് പവറുള്ളതുകൊണ്ടാ. എല്ലാ അതേമാതിരി ഉസ്താദിനോട് വിട്ടു നിൽക്കാൻ പറഞ്ഞതേ അത് ഇങ്ങക്കൊന്നും അതിമേ പിടിച്ചാലും ചെയ്യില്ല, ഷോക്ക് അടിക്കുന്നുള്ളത് ഉറപ്പാണ്. അതാണ് AP ഉസ്താദ് അന്നാ തീരുമാനം എടുത്തത്. കഴിഞ്ഞോ അസ്കർ? കഴിഞ്ഞോ? അസ്കറിന്റെ കഴിഞ്ഞോ? അതാ മൈക്ക് പോയതാണോ? കഴിഞ്ഞു. അത് മുമ്പേ നമ്മള് സാധാരണ വെള്ളിയാഴ്ച ആ സൂറത്തുൽ മുനാഫിഖൂനിൽ ഒരായത്തുണ്ട്. അതെന്താ? യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്ന അൽഅസ്സു മിൻഹൽ അദൽ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഞങ്ങളെ മുഹമ്മദ് നബിനെ അനുയായികൾ ഞങ്ങൾ മദീനയിൽ നിന്ന് നാട് കടത്തും എന്ന് ഇപ്പൊ ക്ലിയർ അല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ ശബ്ദം കെട്ടുണ്ടോ? ഇപ്പൊ കട്ടുണ്ടോ? ഇല്ല. അപ്പൊ നാട് കടത്തുന്നു. ഇത് പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സുലൂലാണ്. അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സുലൂലിന്റെ ഒരു മകനുണ്ട്, അദ്ദേഹം സഹാബിയാണ്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ആ സഹാബിയായ മകൻ റസൂലുള്ളാഹി തങ്ങളെ മുന്നിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകനായ അബ്ദുല്ല എന്ന സഹാബിയോട് ചോദിച്ചു, നിങ്ങളെ വാപ്പ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. DC അയക്കണോ? എന്താ? അപ്പൊ ഉടനെ ഈ സ്വഹാബിയായ മകൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു നബി തങ്ങളോട്, എന്താണ് നബിയെ വാപ്പ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വാപ്പ പറഞ്ഞത് കേട്ടില്ലേ, ഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്ന അൽഅസ്സു മിൻഹൽ അദൽ.
അവിടെ മദീനയിലെ അവിടെ അവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാര് അവിടെയുള്ള പാവങ്ങളൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പിന്നെ അയാൾ ഉദ്ദേശിച്ചത് റസൂലുള്ളാഹിനെ പുറത്താക്കുന്നതാണ്, മദീനത്തുള്ള മുനാഫിക്കങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട്. പക്ഷെ പറഞ്ഞ വാചകം എങ്ങനെയാണ്? മിൻഹൽ ആഇസ്സു മിൻഹൽ അദല്ല്. അവിടുന്ന് അവിടെയുള്ള ഉന്നതന്മാരായ ആളുകൾ താഴ്ന്ന ആളുകളൊക്കെ പുറത്താക്കുന്നു. വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വഹാബിയായ മകൻ പറഞ്ഞു നബി തങ്ങളോട്, വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് നബിയെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിയെ ആയിസ് നിങ്ങളാണ്, അതല്ല് അവരാണ്, അവിടെ വിശ്വാസികളായ ബാപ്പ അവരൊക്കെയാണ് അതല്ല്, അതുകൊണ്ട് നിങ്ങൾ മദീനത്ത് എത്തിയാൽ അല്ലാഹു തആല അവരെ അവിടുന്ന് പുറത്താക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതുപോലെ. ഞാനിപ്പോ അസ്കറിന്റെ ക്ലിപ്പ് കേട്ടപ്പോഴാണ് എനിക്കിപ്പോ ഈ ചരിത്രം ഓർമ്മയായത്. അദ്ദേഹം പറഞ്ഞില്ലേ, എ പി ഉസ്താദ് പറഞ്ഞത് അത് പവർ കൂടിയ തീയാണ്, അതുകൊണ്ടാണ് അത് പിടിച്ചാൽ കരിഞ്ഞു പോകുന്നത്. അതന്നെ നമ്മളും പറയുന്നത്. ഈ പറയപ്പെട്ട ഷെയ്ഖും മുരീദും അതിമ പിടിച്ചാൽ നരകമാകുന്ന തീയിലേക്ക് കരിഞ്ഞു പോകും എല്ലാവരും. അതുകൊണ്ട് ആ അടിച്ചു പോണ സാധനം ഉണ്ടല്ലോ, തൊട്ടാൽ അടിച്ചു പോണ സാധനം, അതിന്മ ആരും തൊടരുത്. അതന്നെയാണ് എ പി ഉസ്താദ് പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞു പൊന്മള ഉസ്താദ്, അത് കുറച്ച് ശക്തിയിൽ പറഞ്ഞു പേരോട് ഉസ്താദ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് പേരോട് ഉസ്താദിനോടും പൊന്മള ഉസ്താദിനോടും ഒക്കെ ഈ പറയപ്പെട്ട ഷെയ്ഖിന്റെ അനുയായികൾക്കുള്ള എതിർപ്പും. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പൂർത്തീകരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സംഭവം, അതായത് ഈ പറയപ്പെട്ട കുരുവട്ടിയൂരിലെ ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ആളുണ്ടല്ലോ, അയാളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുരീദ്. ആ മുരീദിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞു വലുതാക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്, പലരും കണ്ടിട്ടും ഉണ്ടാകും. ഈ മുരീദ് ഒരു ദർസ് തുടങ്ങി. അല്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, അത് ഇൻഷാ അല്ലാഹ് ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഞാൻ പറയാം. ദർസ് തുടങ്ങിയിട്ട് ഒരു ശിഷ്യനെ കൊണ്ടുപോയി. ശിഷ്യനെ കൊണ്ടുപോയിട്ട്, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല ഭൗതികമായിട്ടൊക്കെ നല്ല പിന്നെ വിദ്യാഭ്യാസം ഉണ്ടാവുകയും നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല പഠിക്കുന്ന കുട്ടിയാണ്. മാത്രമല്ല പിന്നെ വലിയ ബാംഗ്ലൂരോ മറ്റെവിടെ പുറത്ത് ഒരു സ്ഥലത്ത് നല്ല പിന്നെ സീറ്റൊക്കെ കിട്ടിയിരുന്നു ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് പഠിക്കാൻ അത്രയും സീറ്റ് കിട്ടിയ ആ കുട്ടിയെ ദർസിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചതിന്റെ പേരിൽ വാപ്പ ഈ പറയപ്പെട്ട മുരീദിന്റെ ദർസിലേക്ക് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ദർസിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ കുട്ടിയുടെ യാതൊരു അഡ്രസ്സും ഇല്ല വീട്ടിലേക്ക്. അപ്പൊ വീട്ടിലേക്ക് അഡ്രസ്സൊന്നും ഇല്ലാതായപ്പോഴാണ് പിന്നെ അങ്ങോട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. ആര്? വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പള്ളിയിലെ ഉസ്താദുമാർക്കൊക്കെ അല്ലെങ്കിൽ വലിയ നേതാക്കന്മാർക്കൊക്കെ ഫോൺ ചെയ്താൽ ചിലപ്പോൾ അനുയായികളാവും ഫോൺ എടുക്കുക, ഉസ്താദുമാർക്ക് ഫോൺ ചെയ്താൽ ശിഷ്യന്മാരാവും ഫോൺ എടുക്കുക. എന്നിട്ട് ഉസ്താദ് ക്ലാസ്സിലാണെന്നോ അല്ലെങ്കിൽ ഉസ്താദ് പ്രസംഗത്തിലാണെന്നോ ഒക്കെ പറയലാണ്. ഇത് നേരെ തിരിച്ച് കറാമത്ത്. അങ്ങനെയുള്ള കറാമത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്നതിന് വിപരീതമായി ആദത്തിനെതിരാകുമ്പോഴാണുള്ള കറാമത്താവല്. അങ്ങനല്ലേ കേൾവിക്കാരൻ ഉസ്താദെ? അമ്രുൻ ഖാരിഖുലിൽ ആദത്തി എന്നല്ലേ കറാമത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ ഖാരിഖുലില്ലാദത്തായ ഒരു സംഭവം നടന്നു. അതെന്താ? ശിഷ്യന്റെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുമ്പോ ശിഷ്യൻ ഫോൺ എടുക്കൂല. അങ്ങനെ കുറെ വിളിച്ച് അവസാനം ഉസ്താദ് ഫോൺ എടുത്തു. ഉസ്താദ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ മകന് ഇപ്പൊ വലിയൊരു സ്ഥാനത്താണ്, അതുകൊണ്ട് ഇനി ഫോണൊന്നും വിളിച്ച് ശല്യം ചെയ്യരുത്, അവൻ നിങ്ങൾക്ക് ഇനി സ്വർഗത്തുനിന്ന് കാണാം, ഇനി നിങ്ങളെ വീട്ടിലേക്ക് അവൻ വരൂല, ഒരു വലിയ ഒരാളെടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയപ്പെട്ട കുട്ടി ശിഷ്യന് വീട്ടിലേക്ക് ഉമ്മാക്ക് വിളിച്ചിട്ട് പറയണം, ഉമ്മ ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, നമ്മൾ താമസിക്കണ വീടുണ്ടല്ലോ അതൊന്നും ശരിയല്ല, അവിടെ താമസിക്കാൻ പറ്റില്ല, അവിടെയൊക്കെ ഈ പിന്നെ നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല, നമുക്ക് സ്വർഗത്തുനിന്ന് കാണാം, ഞാൻ അങ്ങോട്ട് വരൂല, എനിക്കിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉമ്മ കണ്ണീര് കുടിക്കുകയായിരുന്നു. ഉമ്മ ഭക്ഷണമില്ല, വെള്ളമില്ലാതെ ഉമ്മ കരയുകയാണ് വീട്ടിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഈ പറയപ്പെട്ട ഷെയ്ഖിന്റെ വലിയ ഷെയ്ഖ് ഉണ്ടല്ലോ, കുത്തുബായ ഷെയ്ഖ്, ആ കുത്തുബായ ഷെയ്ഖിന്റെ മുരീദ്, മുദരിസായ മുരീദ്, ആ മുദരിസായ മുരീദിന്റെ ദർസിൽ നിന്ന് ഈ ശിഷ്യന് പോന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ നാട്ടിലുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യുവാക്കിയിട്ട് നാട്ടില് മറ്റേ പാൻ്റൊക്കെ ഉണ്ടല്ലോ ഇപ്പത്തെ കുട്ടികളിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ട് നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ എവിടെ എത്തി? ഇനിയുണ്ട് പറയാൻ. ഈ പറയപ്പെട്ട ഈ പിന്നെ മുദരിസായി എന്ന് പറയപ്പെടുന്ന ഷെയ്ഖ്, വലിയ ഷെയ്ഖിന്റെ മുരീദ്, ഈ മുരീദിന്റെ വീട്ടിൽ ഞാനും മറ്റൊരാളും കൂടെ സംസാരിക്കാൻ പോയത് ഞാൻ ഓർക്കുകയാണ്. സുലൈമാൻ ഉസ്താദിനെതിരിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്,
മറ്റുള്ള നിങ്ങളെ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാർക്കെതിരിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ നിലപാട്, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാനും മറ്റൊരാളും കൂടെ ഈ പറയപ്പെട്ട ആളുടെ വീട്ടിൽ പോയത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളെ ദീന് പഠിപ്പിച്ച ഉസ്താദുമാര് പിന്നെ പറയുന്നതല്ല നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അതിൽ നിന്ന് ഒഴിവ് കഴിവ് ഇങ്ങനെ പറഞ്ഞിട്ട് മൊഴി മാറുകയാണ്. ഞാൻ ഈ സംഭവം പറയുന്നത് അവിടെ ഒരു കറാമത്ത് ഉണ്ടായി അയാൾക്ക്. ആ കറാമത്ത് പറയാനാണ്. എന്താണെന്നറിയോ, ഞാനും എന്റെ കൂടെയുള്ള ആളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കൂടെയുള്ള ആള്, ഞങ്ങള് കസാരയിലാണ് ഇരിക്കുന്നത്. ഇരിക്കുന്ന കസാരയുടെ മുന്നിൽ ചെറിയൊരു ടീഫ് ബോയ് ഇട്ടിട്ടുണ്ട്. ആ ടീഫ് ബോയുടെ അടിയിലുള്ള ആ സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ കാലൊക്കെ വെക്കുന്നത്, അതിന്റെ മുകളിൽ കാല് വെച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, അയാളൊന്നല്ല, ആരും ചോദിക്കണ്ട, സമയമാകുമ്പോ അങ്ങോട്ട് പറയും. അപ്പൊ ഈ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ടീഫ് ബോയിന്റെ അടിയിലുള്ള പിന്നെ സ്റ്റാൻഡിന്റെ മേലെ. അപ്പൊ പെട്ടെന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഫൈബറിന്റെ ഒക്കെ എല്ലാം ഇതുണ്ടാവല്ലോ. അപ്പൊ ഇതൊന്നും അങ്ങോട്ട് അനങ്ങിയതോ ഇങ്ങോട്ട് അനങ്ങിയതോ എന്തോന്നാ ഒരു ഒച്ച കേട്ട് ഈ ടീഫ് ബോയ് വന്ന് കാലിങ്ങനെ കയറ്റി വെച്ചപ്പോൾ ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ, അല്ലാഹു തആല അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ്, 4 വിരലിന്റെ സ്ഥലം ബാക്കിയുണ്ട്, ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹിനെ പിടിച്ചിരുത്തും, അപ്പൊ ഒച്ച ഉണ്ടാവുന്നൊക്കെ. അപ്പോ എന്തോ ഒരു ഒച്ച ഉണ്ടായി കാലിങ്ങനെ കയറ്റി വെച്ച സമയത്ത് എന്തോ ആണ്. അപ്പൊ ഇയാള് ഞങ്ങളെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഉസ്താദുമാർക്കെതിരിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും, അതല്ല നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പൊ ഈ ചോദിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കാല് കയറ്റി വെച്ചപ്പോ ഒരു ഒച്ച ഉണ്ടായി. അത് ഈ പിന്നെ ടീഫ് പോയി നീങ്ങിയതോ എന്തോ ആണ്. അപ്പൊ നമ്മൾ നോക്കി, പറച്ചത് പൊട്ടിയോ, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ നിങ്ങളെ സാധനം പൊട്ടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദി ആകൂലേ, അത് നോക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇയാള് തസവൂഫ് കയറി. ഇയാള് പറഞ്ഞു, അത് ഹല്ലി ഹുല്ലി, അതൊക്കെ നിങ്ങൾ വിട്ടാളി, അത് ദുന്യാവെന്ന് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട്. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ്, ഇനിയാണ് കറാമത്ത് ഒഴിവാക്കാൻ പോകുന്നയാൾ. കുറച്ച് സമയം കൂടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പിന്നെയും ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഇയാൾക്ക് വല്ലാതെ പുറത്തി മുട്ടിയിട്ട് ചോദ്യം ഞങ്ങൾ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം കറാമത്ത് ഇയാൾ ഒഴിവാക്കി. ഇയാൾ പറഞ്ഞു എന്തെന്നറിയോ, വല്ലാതെ ചോദിക്കണ്ട, വല്ലാതെ ചോദിച്ചാൽ ഞാൻ ജമാഅത്ത് സംസാരിക്കൂട്ടങ്ങളോട് പറഞ്ഞു. തിരിഞ്ഞ ആർക്കും തിരിഞ്ഞില്ല. ഞങ്ങൾ ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞതാണ്, ഇനി വല്ലാതെ ചോദിക്കണ്ട, വല്ലാതെ ചോദിച്ചാൽ ജമാഅത്ത് ഇനിയും സംസാരിക്കൂട്ടോ. ഇതൊരു സാധാരണക്കാരനായ ആളോടാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സാധാരണക്കാരായ ഇതൊന്നും കൂടുതൽ അറിയാത്ത ആളുകളാണ് സംസാരിക്കാൻ പോയിട്ടുള്ളത് എങ്കിൽ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളെ കറാമത്തായിട്ട് പറയുന്നത് പോലെ പിന്നീട് അയാൾക്ക്. അപ്പൊ ഇതൊക്കെയാണ് കറാമത്തിന്റെ പല കോലങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാനിത് ഇത്രയും പറഞ്ഞത്, ഞാൻ ഇങ്ങനെ വ്യക്തികളെ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല, എനിക്കതിൽ താല്പര്യവുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ഈ 2 ആലിമീങ്ങളെ പരസ്യമായി സമൂഹ മധ്യത്തിൽ വെച്ച് വല്ലാതെ താറടിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട നൗഷാദും അയാളുടെ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്നയാളും ആ ഷെയ്ഖിന്റെ എല്ലാ അനുയായികളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സമൂഹത്തിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം ചെയ്യുന്ന പണ്ഡിതന്മാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ഒക്കെ ഒരു അവസ്ഥ. ഉസ്താദ് അവർകള് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന് വഅള് പറഞ്ഞ് ഉസ്താദ് അവർകള് ദീന് പ്രചരിപ്പിക്കുകയാണ്. എത്ര ഒരു ആത്മാർത്ഥതയുള്ള, ഒരു ഇഖ്ലാസുള്ള, എത്ര മുഖ്ലിസായ ഒരു മനുഷ്യൻ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാ ശത്രുക്കളിലും അല്ലാഹു തആല നമ്മുടെ നേതാക്കന്മാരെ പരാജയപ്പെടുത്തട്ടെ. നമ്മുടെ നേതാക്കന്മാരെ അല്ലാഹു തആല എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ആ പേരോട് ഉസ്താദിനെതിരിൽ ശബ്ദിക്കുക. ഈ പേരോട് ഉസ്താദിന്റെ CD കേട്ടിട്ട്, പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട്, പേരോട് ഉസ്താദിന്റെ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ പറയപ്പെട്ട ആളുകൾ ദീൻ പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരാണ് ഇപ്പൊ വലിയ ആളുകളായി വരുന്നത്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നത്, നമ്മുടെ ഉസ്താദുമാരെ നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ ഒരു ഹാഫിലും ഒതുങ്ങുന്നില്ല. നമ്മൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അള്ളാന്റെ ദീനിനെതിരിൽ ശത്രുക്കൾ ഏത് കാലത്തും വരും. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അവസാന കാലം വരുമ്പോ ഭക്ഷണ തളികയിലേക്ക് കൈകൾ പല ഭാഗത്തു നിന്നും അടുക്കുന്നത് പോലെ അള്ളാന്റെ ദീനിനെതിരിൽ ശത്രുക്കൾ പല ഭാഗത്തു നിന്നും വരും. ഇതൊരു ആഫത്ത് കൊണ്ട് ഒരിക്കലും അവസാനിക്കൂല, ഇനിയും വരും. നമ്മൾ ഇത്രയും സംസാരിച്ചത് എന്തിനാണെന്നറിയോ? ഇനിയും ഇതുപോലെ പലതും വരുമ്പോൾ ആലിമീങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പിന്നിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. അല്ലാതെ ഒരാളെ നമ്മൾ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അങ്ങനെ പറയാനോ അല്ല. ഇതുപോലെ ഇനിയും പലതും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്തൊക്കെ കുറെ ആളുകൾ പിന്നാലെ പോവുകയും ചെയ്യും. അതിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. പോയാൽ നമുക്കാണ് നഷ്ടം.
ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ്, സുലൈമാൻ ഉസ്താദിന്റെ ഒക്കെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയാണ് ആ ഉസ്താദിന്റെ ഒക്കെ വിനയവും അറിവും തഖ്വയും. ക്ലാസ്സിൽ സുലൈമാൻ ഉസ്താദ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറയുന്നത് കേട്ടത് ഞാൻ ഒന്ന് ഓർമ്മിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഉസ്താദ് പറഞ്ഞൊരു വാക്ക്, സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ഒക്കെ പേരോട് ഉസ്താദിലേക്ക് ചേർത്ത് നോക്കിയാൽ എത്ര വലിയ സ്ഥാനത്താണ്. പേരോട് ഉസ്താദൊക്കെ സുലൈമാൻ ഉസ്താദിന്റെ ശിഷ്യന്റെ പ്രായമല്ലേ ഉള്ളൂ. പക്ഷെ ആ സുലൈമാൻ ഉസ്താദ് ഒരു സമയത്ത് പേരോട് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പേരോട് കുറ്റ്യാടിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കണം. അതെന്താ? അള്ളാന്റെ ദീനിന്റെ ആലിമ്യങ്ങളാണ് നമ്മളൊക്കെ. അപ്പൊ നമുക്ക് അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കേണ്ട ദഅവത്തിന്റെ ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. പേരോട് കുറ്റ്യാടിയിൽ സ്ഥാപനം തുടങ്ങിയതുകൊണ്ട് ഞാൻ ഭാഗം നമ്മൾ നോക്കണ്ട, അവിടെ പേരോട് നോക്കിക്കോളും. നമുക്ക് അത്രയും ഏരിയ കുറഞ്ഞു കിട്ടിയില്ലേ, നമുക്ക് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നോക്കിയാൽ പോരെ. അതുകൊണ്ട് നമ്മളൊക്കെ പേരോടിന് വേണ്ടി ദ്വാരന്നു കൊടുക്കണം എന്ന് പറഞ്ഞ സുലൈമാൻ ഉസ്താദ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? നമുക്കാണെങ്കിൽ എന്താ തോന്നുക ആ സ്ഥാനത്ത്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും നല്ല വിനയമുള്ള പണ്ഡിതന്മാർ. ഒന്ന് ആലോചിച്ച് നോക്ക്. സുലൈമാൻ ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, എത്ര ഉസ്താദ് പലരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എ പി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. മർക്കസ് തുടങ്ങിയതുകൊണ്ട് ആ ഭാഗം നമ്മൾ നോക്കണ്ട, അല്ലെങ്കിൽ അവിടുത്തെ ചോദ്യം കൂടി അള്ളാഹ് നമ്മോട് ചോദിക്കുമായിരുന്നു, നമുക്ക് ഇവിടെ മാത്രം നോക്കിയാൽ പോരെ ഇപ്പോ എന്ന് പറഞ്ഞു ഉസ്താദ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ പലപ്പോഴും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാനും കേട്ടൊരു ഭാഗം ഞാനിപ്പോ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതെന്താണ്? പേരോട് ഉസ്താദ് അസൂയയെ കുറിച്ച്, നമ്മളെ സ്വന്തം വീട്ടിന്റെ മുന്നിൽ വലിയൊരു വീട്, മുതലാളിയുടെ വീട് വരുന്നതിനെ കുറിച്ച് ഉസ്താദ് പ്രസംഗിച്ച എല്ലാവരും കേട്ടൊരു ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഉസ്താദ് പറഞ്ഞൊരു വാചകം, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വലിയൊരു മുതലാളിയുടെ വീട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അസൂയ വരും. എന്തിനാണ് അസൂയ വരുന്നത്? നമ്മൾ സന്തോഷിക്കണം. അതെന്താ? നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങാം. പൈസ ഉള്ള മുതലാളി വീട്ടിന്റെ അടുത്ത് വരുമ്പോ. അപ്പൊ ഉസ്താദ് തന്നെ അതിന് മറുപടി പറയുകയാണ്. ഇന്നത്തെ പരിപാടിയിലല്ല, മുമ്പ് കേട്ടതാണ്. അപ്പൊ ഉസ്താദ് തന്നെ പറയണത്, ഉസ്താദ് ആർക്കും പൈസ കടമൊന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ആർക്കും സംഭാവന ഒന്നും കൊടുക്കൂല. അവസാനം ഉസ്താദ് പറഞ്ഞു അവസാനം പറഞ്ഞു, എന്നാ പിന്നെ അയാൾക്ക് നമ്മൾ പിരിവെടുക്കാൻ പോകണ്ടല്ലോ. അയാൾ പാവമുള്ള ആളാണെങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടി പിരിവെടുക്കേണ്ടി വരുമല്ലോ. അതിനു വേണ്ടി നമ്മൾ പോകണ്ട. അപ്പൊ ആരായിരുന്നാലും നമ്മളെ മനസ്സിൽ ഒരിക്കലും ഒരാളോട് വെറുപ്പ് വരരുത്, അസൂയ വരരുത് എന്ന രൂപത്തിലൊക്കെ അത്രയും വിനയമുള്ള സ്ഫുടമായ മനസ്സിന്റെ ഉടമകൾ അവരാണ് നമ്മുടെ നേതൃത്വം. പിന്നെ അതിനേക്കാൾ വലിയ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ഇമാം നവവി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ശരിയായത്തനുസരിച്ച് ജീവിക്കുക. പേരോട് ഉസ്താദിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്ക്. അതുപോലെ സുലൈമാൻ ഉസ്താദിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. പൊന്മള ഉസ്താദിന്റെ ജീവിതം, എ പി ഉസ്താദ്, നമ്മുടെ എല്ലാ നേതാക്കന്മാരും. 2-3 ആളുകളുടെ പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഈ പറയപ്പെടുന്ന കോക്കസ് കമ്പനി ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഏറ്റവും കൂടുതൽ താറടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെയാണ്, പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനും പേരോട് ഉസ്താദിനും വേണ്ടി നമ്മളെല്ലാവരും, മറ്റുള്ള എല്ലാവർക്കും, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ, പക്ഷെ ഉസ്താദിന്റെ അനുയായികൾ ഞങ്ങൾ ഉസ്താദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ നടക്കുന്നത്. അതൊരു പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ അവർ തകിടം മറിക്കാനായിരിക്കും അത് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ആലിമ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. പൊന്മള ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. പേരോട് ഉസ്താദിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. സുലൈമാൻ ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ആലിമ്യങ്ങൾക്കൊക്കെ അല്ലാഹു തആല എല്ലാ സംരക്ഷണവും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇനി നീട്ടുകയല്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഇപ്പൊ ഈ പറയപ്പെട്ട ഷെയ്ഖിന്റെ കറാമത്തും മുരീദന്മാരെ കറാമത്തും ഇവരുടെയൊക്കെ അവസ്ഥകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പലതും ഇനിയും വരും, പരീക്ഷണങ്ങൾ പലതും വരും. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും പലതും വരുന്ന സമയത്ത് നമ്മളൊക്കെ ആലിമ്യങ്ങളെ കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ചിലപ്പം തോന്നിപ്പോകും, എന്താ ഇത് പൊന്മള ഉസ്താദ് അങ്ങനെ പറയാൻ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയപ്പെട്ട നൗഷാദ് എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുടെ കൂടെ പല പ്രാവശ്യം ഈ പറയപ്പെട്ട വലിയ കുരുവട്ടൂരിലെ ഷെയ്ഖ്, ഞാനത് പറയണ്ടെന്ന് കരുതിയത്, ഞാനും പറയാണ്, ഈ കുരുവട്ടൂരിലെ ഷെയ്ഖിനെ കാണാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം എന്നെ ഇയാള് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പല പ്രാവശ്യവും ഞാനൊക്കെ അതിൽ നിന്ന് പല പ്രാവശ്യവും പലതും പറഞ്ഞിട്ടാണ് പിന്മാറിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട ഷെയ്ഖ് സ്റ്റേജിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങാതെ അയാളെ സദസ്സിലേക്ക് വരരുത് എന്ന് കരുതി കാറിൽ സ്റ്റേജിന്റെ തൊട്ട് താഴെ ഇരുന്ന അനുഭവം എനിക്കുണ്ട്. പുറത്തിറങ്ങി അയാളുടെ ദുആക്ക് ആദ്യം പറയാൻ നിൽക്കണ്ട എന്ന് കരുതി കാറിന്റെ ഉള്ളിൽ സ്റ്റേജിന്റെ പുറത്തിരുന്ന അനുഭവം എനിക്കുണ്ട്. എത്ര ഘട്ടങ്ങളുണ്ട്.
ഒരു വീട്ടിലേക്ക്, ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് ഈ പറയപ്പെട്ട ശൈഖ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാറിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഇറങ്ങി തിരിച്ചു പോന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് നമ്മള് ഉസ്താദുമാരുടെ പിന്നിൽ അടിയുറച്ച് നിന്നത് കൊണ്ട് നമ്മൾ അതിൽ പോയി പെട്ടില്ല. അഥവാ നമ്മൾ അന്ന് പോയി ഈ പറയപ്പെട്ട കള്ള ഷെയ്ഖന്മാരുടെ പിന്നാലെ നമ്മൾ എത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചതാണ്. ഒരുപക്ഷെ ഉസ്താദുമാർക്കെതിരിൽ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴുമായിരുന്നു. പക്ഷേ ഉസ്താദുമാർ അന്ന് പറഞ്ഞ തീരുമാനം കേട്ട് അതിനെതിരിൽ ഒരക്ഷരം ഉണ്ടാതെ നമ്മൾ നിന്നതുകൊണ്ട് നമുക്ക് അത്തരം ഗതികേട് വന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെയും ആലിമീങ്ങൾക്കെതിരിൽ ഒരു വാക്കും മിണ്ടാതെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ആണ് ദീനറിയുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആലിമീങ്ങളുടെ പിന്നിൽ നമ്മളൊക്കെയും നിൽക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹങ്കാരം അള്ളാഹു നമ്മുടെ മനസ്സിൽ തീരെ തരാതിരിക്കട്ടെ. ഈ മനുഷ്യന് എപ്പോ അഹങ്കാരം വന്നോ അതോടുകൂടി അവന്റെ എല്ലാ വളർച്ചയും അവസാനിച്ചു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അത് ഈ മേഖലയിൽ മാത്രമൊന്നുമല്ല, ഏത് മേഖലയിലായിരുന്നാലും ശരി, ഏത് മേഖലയിലായിരുന്നാലും. ഇപ്പൊ നമ്മള് കച്ചവടം നടത്തുമ്പോഴോ നമ്മള് കൂലിപ്പണിക്ക് പോകുമ്പോഴോ ഏത് ജോലിക്ക് പോകുമ്പോഴും ഞാനാണ് എല്ലാം കഴിയുന്ന ആള്, മറ്റുള്ളവരൊക്കെ മോശമാണ് എന്നൊരു അഹങ്കാരത്തിന്റെ മനസ്സ് അങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ അവരോട് താഴും. അതുകൊണ്ട് ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഈ രംഗത്ത് തീരെ ഉണ്ടാകരുത് എന്ന് എന്റെ ശരീരത്തിനോട് മാത്രം പറയുകയും നിങ്ങളെയൊക്കെ അത് കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കളെ വരികയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ ഇടപെടാമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇൻഷാല്ലാഹ് കേൾക്കാർ ഉസ്താദൊക്കെ ഡെസ്കിൽ ഉണ്ടാവുമല്ലോ, ഉസ്താദ് റിസാൻ ചെയ്ത് മുകളിൽ വരണം. എന്തായാലും ചോദ്യകർത്താക്കൾ ഉസ്താദെ ഈ പറയപ്പെട്ട ഷെയ്ഖ് ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടെ ക്ലാസ് റൂമിലുണ്ട്. പക്ഷെ എല്ലാവരും ചോദ്യങ്ങളായിട്ട് ഇനി എന്തായാലും മൈക്കിൽ വരൂലെന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് കറാമത്തുകൾ ഉസ്താദ് വിശദീകരിക്കുകയും ചെയ്തപ്പോ ഇനി ഒരൊറ്റൊന്നും വരാൻ സാധ്യത കുറവാ. എന്തായാലും നേരത്തെ ഞാൻ പ്ലേ ചെയ്യിച്ചത് ഒരു സാധാരണ ഒരുത്തം പറയുന്നതൊന്നുമല്ല, ഈ പറയപ്പെട്ട ഷെയ്ഖിന്റെ പി ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളിൽപ്പെട്ട ഒരു പി ആണ് അത്. അപ്പൊ വാട്സപ്പിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനകത്ത് മൂപ്പര് കറാമത്ത് വെളിപ്പെടുത്താൻ വേണ്ടി വിട്ടു തന്ന വോയിസുകളാണ് നേരത്തെ പ്ലേ ചെയ്തത്. അതൊന്നുമല്ല, ഒരുപാടുണ്ട്. അത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിലൊന്ന് ഞാൻ പെട്ടെന്ന് തെരഞ്ഞപ്പോൾ കിട്ടിയ 2 മാത്രമാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഉസ്താദിന് ഒക്കെ അറിയാതിരിക്കാം, എന്തായാലും നമ്മളെ കൂട്ടത്തിലുള്ള ഉസ്താദിന്റെ ഒക്കെ ഏകദേശം നാട്ടിലൊക്കെ ഉള്ള ഒരാളുടെ വീട്ടിൽ ഈ പറയപ്പെട്ട ഷെയ്ഖ് വന്നു എന്നും ഇത് നേരത്തെ പ്ലേ ചെയ്യിച്ച അതേ വ്യക്തി പറഞ്ഞ മറ്റൊരു കറാമത്താണ്. വന്നു എന്നും അന്ന് സമസ്തക്കുള്ളില് പിളർപ്പ് വരാൻ പോകുന്നു, അതിന് കാരണക്കാരായിട്ടുള്ള 1-2 ക്ലിപ്പിന്റെ ആളുകളാണ് എന്ന് ഈ ഷെയ്ഖ് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളൊരു പിന്നെ ഇതേ വ്യക്തി തന്നെ മറ്റൊരു വോയിസ് മെസ്സേജും കൂടി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതേ പറയപ്പെട്ട അപ്പൊ ഈ പിളർത്താൻ ശ്രമിക്കുന്ന ഈ ക്ലിപ്പിന്റെ ആളുകളെ വിശ്വസിക്കരുത്, മുനാഫിക്കീങ്ങളാണ്, അവരൊക്കെ തള്ളിക്കളയണം, അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവരുത് എന്നൊക്കെ പ്രവചിച്ച ഷെയ്ഖിന്റെ ഇപ്പൊ ഈ പറയപ്പെട്ട പിന്നെ കൂലി പ്രാസംഗികൻ ഇതേ ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ നിന്നും ക്ലിപ്പുകൾ എടുത്തിട്ടാണ് ഇപ്പോ ഇത് പ്രവചിച്ച ഷെയ്ഖിന്റെ പരിപാടിക്ക് സ്റ്റേജിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ തൊട്ടടുത്ത് 1-2 ഇവരുടെ പ്രസംഗങ്ങളിലും ഇതേ പറയപ്പെട്ട ഷെയ്ഖ് തള്ളിക്കളഞ്ഞ പ്രവചിക്കപ്പെട്ട ഈ ക്ലിപ്പുകളുടെ ആളുകളുടെ ക്ലിപ്പുകൾ തന്നെ പ്ലേ ചെയ്യിച്ചിട്ടാണ് ഇപ്പൊ ഇവർ തെളിവുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് ഇവർ പറഞ്ഞതുണ്ട്. കുറച്ചൊന്നല്ല ഉള്ളത്, ഒരുപാടെണ്ണം ഉണ്ട്. നമ്മുടെ ഒരുപാട് അഡ്മിന്മാരും ആ ഗ്രൂപ്പിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാസ്പോർട്ട് ഇല്ലാതെ പോയി എന്നുള്ള വിഷയങ്ങളൊക്കെ നേരിട്ട് മുരീദന്മാർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള അനുഭവമുള്ള ആളാണ് ഡോക്ടർ നാസർ ഉസ്താദൊക്കെ ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ ആദർശ ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയം വരെ വിശദീകരിച്ചാൽ പോലും തീരാത്ത അത്രയും കറാമത്തുകൾ ഈ ക്ലാസ് റൂമിലുള്ള ഓരോരുത്തർക്കും പറയാനുണ്ടാവും. പിന്നെ അപ്പൊ ഇൻഷാ അല്ലാഹ് സാർ റിസൈൻ ചെയ്തോളൂ. ഞാൻ ഉസ്താദ് വരുന്നത് വരെ ഒന്ന് മൈക്ക് എടുത്തുന്നോളൂ, മൈക്ക് ഫ്രീ ആവാതിരിക്കാൻ. ഉസ്താദ് റിസൈൻ ചെയ്തോളാം, മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, മുബാറക്കിനോ എന്തൊക്കെ ആർക്കൊക്കെ പറയാനുണ്ടെന്ന് അറിഞ്ഞിരുന്നല്ലോ. ആർക്ക് എന്താ അഭിപ്രായങ്ങളോ വിഷയങ്ങളൊക്കെ പറയാനുണ്ടെന്ന് അറിഞ്ഞ് ആരെങ്കിലുമൊക്കെ വരട്ടെ. പക്ഷെ പിന്നെ അസ്കറിന് അത് അറിയാത്തതുകൊണ്ടായിരിക്കും. അസ്കറെ, അതായത് ഈ ശൈഖന്മാരൊക്കെ ആകുമ്പോ അതിന് പി എന്ന് പറയില്ല അങ്ങനെ. അപ്പൊ അത് ആ പ്രയോഗം തെറ്റല്ല, അത് അവരുടെ തെറ്റാണ്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്. അതൊക്കെ ഈ മന്ത്രിമാർക്കും MLA-മാർക്ക് അവർക്കൊക്കെയാണ് ഈ പി എ. അതന്നെ. ശൈഖന്മാരൊക്കെ ആകുമ്പോ കണ്ടോ സെക്യൂസ്ത അടിച്ചിക്കണ് ഖലീഫ എന്നാ പറയട്ടാ. ഓരോന്നിനും ഓരോ രംഗത്ത് ഉപയോഗിക്കേണ്ട വാക്കുകൾ. അത് അസ്കറിനത് വിഷയം പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. അസ്കർ കേട്ടാ? അതെ അതെ അതെ. ശൈഖന്മാരാകുമ്പോ വലിയ ഔലിയാക്കന്മാരൊക്കെ അവരെ ഖലീഫ എന്നാ പറയട്ടാ. അപ്പൊ ഇനി മേലല്ല അത് പറയരുത്. പിന്നെ മാത്രല്ല, ഇങ്ങനെ സമസ്ത രണ്ടാവുമെന്ന് രണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച് അതിന്റെ പിന്നിലുള്ള ഗൂഢസംഘങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ശൈഖനായിരുന്നു എന്നാണല്ലോ. അതല്ലേ രസം. മൂപ്പരെ കറാമത്താക്കാൻ വേണ്ടിയിട്ട്, മൂപ്പരുടെ പ്രവചനം ശരിയാക്കാൻ വേണ്ടി മൂപ്പര് തന്നെ പ്രയാസപ്പെട്ട് അതിന്റെ പിന്നിൽ ചരട് വലിച്ച് ഈ കക്ഷികളെ കൊണ്ടൊക്കെ അതിനു വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തിച്ചത് മൂപ്പര് തന്നെയാണല്ലോ. അതല്ല രസോ. എന്തിനേറെ നിങ്ങൾക്ക് അറിയില്ലേ, രാമന്തളി മറ്റേ ഇതില് കൈരളി ചാനലില് സ്പോൺസർഡ് പ്രോഗ്രാമായിട്ട്, അഥവാ ക്യാഷ് കൊടുത്തിട്ടുള്ള, പണമടച്ചിട്ടുള്ള 50,000 ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50,000 കൊടുത്തിട്ട് ആ പരിപാടി നടത്തിയത്. അന്ന് ഇയാൾ പറഞ്ഞെന്താ, ഈ രാമന്തളി പറഞ്ഞെന്താണ്, എല്ലാരും നമ്മളൊക്കെ കേട്ടതല്ലേ, എല്ലാവർക്കും അറിയണല്ലേ. മൂപ്പര് കാന്തപുരം ഉസ്താദിന്റെ സ്വന്തം ആളായിട്ട് കാന്തപുരം ഉസ്താദിന്റെ കൂടെ, കാന്തപുരം ഉസ്താദിനെ എല്ലാവരും കൈവിടുകയാണ്. കാന്തപുരം ഉസ്താദിനെ സംരക്ഷിക്കുന്ന സംരക്ഷകൻ എന്ന റോളിലല്ലേ സംസാരിച്ചിരുന്നത് സുഹൃത്തുക്കളെ? അല്ലേ? അങ്ങനല്ലേ സംസാരിച്ചിരുന്നത്? അതന്നെ. AP ഉസ്താദിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളാണ്. അതന്നെയാണ്, അതേ നിലപാട് തന്നെയാണ് ആർക്കും ഈ പറഞ്ഞ ഈ കുരുവട്ടുകാരനുള്ളത് ഉണ്ടായിരുന്നത്. മാത്രല്ല, പിന്നീടല്ലേ നമ്മളറിയണത് എന്ത്, ഈ ചെയ്യിപ്പിച്ചിരുന്നത്, ഇതിന് കാശ് കൊടുത്തിരുന്നതും ആരാണ്? ഈ പറഞ്ഞ കക്ഷി തന്നെ കുരുവട്ടുകാരനാണ് എന്നുള്ളത്. ഈ കുരുവട്ടുകാരനാണ് അതിന് കാശ് കൊടുത്തതെന്നുണ്ട് അതേ രാമന്തളി തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്നു. കണ്ടോ നിങ്ങള്? അതാരെ കറാമത്താ? അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കറാമത്ത്, നിങ്ങളുടെ ആലിമീങ്ങളുടെ കറാമത്ത്. മനസ്സിലായില്ലേ? ആരൊക്കെ ഉലമാക്കൾക്കെതിരെ തിരിയുകയും ഈ മഹത്തായ സംഘടനയ്ക്ക് ഇടയിൽ, അതിന്റെ നേതാക്കൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമം നടത്തുന്നോ അവരൊക്കെ മുനാഫിക്കുകളാണെന്നും നുണയന്മാരാണെന്നും അവരഭിനേതാക്കളാണ് എന്നുള്ളതൊക്കെ ജനമധ്യത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്തു? ബോധ്യപ്പെടുത്തി തന്നു. അവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ആവർത്തിക്കുന്നു. ഇതേ കുരുവട്ടൂക്കാരനും ഈ നൗഷാദുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു പ്രയോഗമുണ്ട്. ദീന് നോക്കാൻ കുഞ്ഞിക്കോയത്തങ്ങളെയും കാന്തപുരത്തിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ നോക്കിക്കൊള്ളും എന്ന് CM വലിയുല്ലാഹി പറഞ്ഞിരിക്കുന്നു എന്ന് പല പ്രാവശ്യം പ്രസംഗിക്കുകയും സ്റ്റേജിലും പേജിലും പലപ്പോഴും ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ പറഞ്ഞ കക്ഷികൾ. എങ്കിൽ അതേ ദീൻ നടത്താൻ കാന്തപുരം CM ഏൽപ്പിച്ച കാന്തപുരം ഉസ്താദാണ് പറയുന്നത് എന്ത്? ശരീഅത്തിന് വിരുദ്ധമായ വാക്കും പ്രവൃത്തിയും ഈ കക്ഷിയിൽ നിന്നുള്ളത് കൊണ്ട് അഥവാ ഈ കക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ട് ഈ കക്ഷിയുമായി സുന്നി പ്രവർത്തകരാരും ബന്ധപ്പെടരുത്, വിട്ടുനിൽക്കണം
എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം അത് സംയുക്തമായെടുത്ത ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് എന്ന് ഇന്നലെ കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗത്തിൽ 40 ആലിമീങ്ങൾ കൂടിയിരുന്ന ആ സദസ്സിൽ വെച്ച് തന്നെ പറയുന്നത് നമ്മൾ ഇന്ന് കേട്ടു. അത് വീഡിയോ അടക്കം. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ അത് കേൾക്കാത്തവരോ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഈ റൂമില്? ഒരാളുണ്ട് എന്നല്ലേ? ഞാരെങ്കിലും ഉണ്ടാ? പലരും ഉണ്ടാ? പലരും കേൾക്കാത്തവരുണ്ടാ? ഒരാളെ കൂടെ എസ് അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അമീർസമ്മ മറ്റേ വേറെ ഒരാളുണ്ടല്ലേ, മൊയ്തീൻ KKM. വേറെ ആൾക്കാരുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ. അത് കേൾക്കാത്തവരുണ്ടാവും. പിന്നീട് വന്നവരെ, നേരത്തെ വന്നവര് കേട്ടതുപോലെ പിന്നീട് വന്നവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതൊന്നുകൂടി എന്ത് ചെയ്യാ, ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമ്മളെ അജ്മൽ മടവൂർ അതിന്റെ വീഡിയോ അടക്കം കേൾപ്പിക്കും. കുറച്ചേ ഉള്ളൂ. ഈ വിഷയം സംബന്ധമായി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അജ്മൽ മടവൂർ മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറയിലൊരു ഉസ്താദുമാരോട് നേതാക്കന്മാരോട് ഒരു സംശയം ചോദിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് കുരുവട്ടൂർ ഹാഫിദ് അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ച് ഏകകണ്ഠമായൊരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ ഈ ഉസ്താദ് അതെല്ലാം പല സ്ഥലങ്ങളും പ്രസംഗിക്കുന്ന പരിപാടിയാണ്. ഏകകണ്ഠമായ തീരുമാനമല്ല. നേതാക്കന്മാരിൽ പല ആളുകളും എബിസ അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സമസ്തന്റെ തീരുമാനവും ഉസ്താദുമാരുടെ മറുപടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാഹ് ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റിപ്പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരുവുമില്ല. മുസ്ലിയാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യാതൊരു സംശയവും അതിൽ ഇല്ല. പിന്നെ അത് ഈ പറയുന്നത് പോലെ ഈ നൗഷാദിനെ പോലെയുള്ള ആളുകളുടെ പ്രസംഗവും പ്രവർത്തനവും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാനും ആ സംഘടനയിൽ പിളർപ്പുണ്ടാക്കാനും പലരും പല നിലക്കും ആക്കും. അദ്ദേഹം തന്നെ ഒരു കാലത്ത്
സംഘടനാ വിരുദ്ധമായ പല കാര്യങ്ങളും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പറയുകയും എല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ്. പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഏകകണ്ഠമായ തീരുമാനം തന്നെയാണ്. ആർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവരും അവർ പ്രസംഗിക്കുന്നുണ്ട്. തരീക്കത്തിനെതിരല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും തരീക്കത്തിന്റെ ആളുകളാണ്. ഖാദിരിയ തരീക്കത്തിന്റെയും റിഫാഇയ തരീക്കത്തിന്റെയും നക്ഷബന്ദിയ തരീക്കത്തിന്റെയും എല്ലാം ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം. അപ്പൊ തരീക്കത്തിനെതിരെ സമസ്ത ഒരിക്കലും നിൽക്കുകയില്ല. ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ തരീക്കത്തിനെ എതിർക്കുകയും അതിനെ ഗണ്ണിക്കുകയും ചെയ്ത സമയം അതിനെ ശക്തിയുക്തം എതിർക്കുകയും തരീക്കത്ത് വേണം എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇന്നുള്ളവരും തുടർന്നു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും സമസ്ത തരീക്കത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുകയില്ല. തരീക്കത്ത് എന്നാൽ അത് ശരീഅത്തിനോട് 100% യോജിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് ആ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലൈഹി. ഇന്ന് വളരെ റാഹത്തായ ഒരു ദിവസമാണ്, വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്ന് പറയാ, നമ്മളെ സുന്നത്ത് ജമാഅത്തിന് ക്ഷീണുണ്ടാകുന്ന ഒരു വലിയൊരു സംഭവമായിരുന്നു, ഒരു വലിയ സംഭവം ആക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. അത് ഇന്ന് ശരിക്കും ഇന്ന് ഉടച്ചു വാർത്തതാണ്. അത് തകർത്ത്. കാരണം ഈ ആൾക്കാർ വന്നിങ്ങനെ നമ്മളെ സമീപിക്കല് AP ഉസ്താദിന്റെ മതവ് പറഞ്ഞുകൊണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനിയെങ്ങാൻ അവന്മാര് വന്നിങ്ങനെ നമ്മളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ ഒരു വകുപ്പായി. അല്ലാതെ നമുക്കൊരു ഇതില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയം. നമ്മൾ തന്നെ ഇവരെ പരിചയപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ AP ഉസ്താദിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും മതവ് പറഞ്ഞുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ കാവലാൾക്കാർ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉസ്താദ് സമയത്താണ് നമ്മൾ ഉസ്താദിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് സ്നേഹം ഉണ്ടാവുമല്ലോ പൊതുവെ. അപ്പൊ നമ്മൾ പരസ്പരം എന്തിന്റെ പേരിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മളെ സംഘടന നമ്മളാക്കി തീർത്ത, നമ്മളെ നന്നാക്കി തീർത്ത ഒരു സംഘടനയിലുള്ള ഒരു അടിത്തറ അതാണ്. അതിപ്പോ അതിന് നമുക്ക് ഒരു വഴിയില്ലായിരുന്നു. അപ്പം ഉസ്താദ് മൂപ്പർക്ക് അനുകൂലമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നായിരുന്നു ഇവര് ആളെ കൂട്ടിയത്. ഈ നൗഷാദ് എന്ന് പറഞ്ഞ ആ പ്രസംഗികന പിന്നെയും കൂട്ടുപിടിക്കാന് അദ്ദേഹത്തിന് മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സത്യസന്ധത ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം AP ഉസ്താദിന് അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന CD അദ്ദേഹം കേട്ടുകാണല്ലേ, ഈ മുരീദന്മാര് കേട്ടുകാണില്ലേ? ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടാണെങ്കിൽ ഞാൻ പറയുന്ന എന്റെ ബലമായ സംശയം പറയുകയാണെങ്കിൽ ഈ നൗഷാദ് ഹസനി ചതിക്കാണ് എല്ലാ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ. കാരണം അവര് ചേളാരിയിലേക്ക് പോയ പോക്ക് മൂപ്പര് പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ തൽക്കാലം ഇപ്പം വരണ്ട, നിങ്ങൾ കുറച്ചും കൂടി അവിടെ പോയിട്ട് ഒരാളെ കൂട്ടി പോരി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഡ്രൈവർ സ്വന്തം വേറെ സ്റ്റേജിൽ കയറിക്കുന്നത്. എത്രമാത്രം ഫ്ലെക്സ് ബോർഡ് ഈ നൗഷാദ് ഹസനിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നഗരം മൊത്തം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആ ഒരു ഒരൊറ്റ പോയിന്റിൽ മൂപ്പർക്ക് എത്താൻ പറ്റില്ല, മൂപ്പര് വന്നില്ല. എന്നിട്ട് ഡ്രൈവർ കയറി തക്ബീർ ചൊല്ലി. പിന്നെ മൂപ്പര് ചെന്ന് ഞാൻ പിന്നെ പകരം വേറെ CD ഇറക്കി.
സീഡിയർക്ക് ഞാൻ പറഞ്ഞോക്ക് എന്തൊരു മനുഷ്യനാൾക്ക് അതിന് സാധിക്കും? അത് എന്തോ ഒരു കുരുത്തക്കേടിന്റെ ഒരു അടയാളം തന്നെ അല്ലത്. അത് രണ്ട് കേട്ട വ്യക്തികളെ കൊണ്ട് ഇയാളെ വാക്ക് പൂച്ചിച്ച് തള്ളും. അതായത് ആ രണ്ട് സീഡിയും കേൾക്കാത്ത ആൾക്കാരായിരിക്കും ഒരു പക്ഷെ ഈ മുരീദന്മാരായിട്ട് നടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞാൻ നോക്കി പിന്നെ പല ആൾക്കാരും ഈ മുരീദന്മാരായിട്ട് കാണുന്നു. ഉസ്താദ് വന്നിട്ടുണ്ട് മൈക്കിൽ. നമുക്ക് സംഭവിക്കില്ല. അതിലും വലിയ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ട്. അപ്പോ നമ്മളൊരു മനുഷ്യനാക്കി ഒരു നല്ല രൂപത്തിലാക്കി തന്ന ഈ സംഘടനക്ക് ക്ഷീണം കൊടുങ്ങാൻ ആര് തന്നെ വന്നാലും നമ്മളെ സഹിച്ചില്ല. അതുകൊണ്ട് എന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും മുരീദന്മാര് നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ, ഞാൻ പ്രധാനപ്പെട്ട 1-2 ആളെ ഞാൻ തട്ടി. കാരണം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പിരിയൂല എന്ന് കരുതിയ മൂപ്പര് പിന്നെയും ഇങ്ങനെ ഈ മൂപ്പര് ഉസ്താദിന്റെ മതം ഇങ്ങനെ പറയുകയും ചെയ്യും, സുന്നത്ത് ജമാഅത്ത് ഇങ്ങനെ നശിക്കുകയും ചെയ്യും. രണ്ട് തോടിയിൽ കാല് വെച്ചിട്ട് ഇങ്ങനെ പോവുക. എങ്ങനെയാ നടക്കുക? ഏതിഷ്ടാവിന്റെ മതം അറിയാനും ഏതിഷ്ടാവിന്റെ വാക്കുകളെല്ലാം അംഗീകരിക്കാനുള്ള തന്റെയും ചങ്കൂട്ടവും കാണിക്കണം. അതിനുണ്ടോ? ഈ നൗഷാദ് എസ്എമ്മിയായിട്ട് കൂട്ടുപിടിച്ചിട്ട് ആരുണ്ടോ അവർ ഒരിക്കലും നല്ല വിവാദത്തിലുള്ള. എന്താ പറയുക, അത്രയും മോശമായ ഏതിഷ്ടാവിനെ കുറിച്ച് സംസാരിച്ച അന്ന് ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അയാൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് എന്റെ പ്രവർത്തകരോട് ഞങ്ങളെ ഫേസ്ബുക്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഉസ്താദിന് അനുകൂലം നമ്മുടെ സംഘടനയ്ക്ക് മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ ആ പോസ്റ്റ് നിങ്ങൾ അൺഫ്രണ്ട് ആക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. എല്ലാവരും നമ്മുടെ സെറ്റപ്പ്, അതായത് വലുപ്പം 2 കഷ്ണമാക്കി തരാമെന്ന് പറഞ്ഞ് വിചാരിച്ച് നടന്നതായിരുന്നു. ഒരു ചുക്കും സംഭവിക്കില്ല. ഇത് എല്ലാവരും ഈ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും ഉസ്താദിന്റെ വസിയത്ത് നമ്മൾ കൈക്കൊള്ളേണ്ടതാണെന്ന് മാത്രം ഉണർത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഘടനയ്ക്ക് വരുന്ന എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് ഉസ്താദിലേക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ റൈസാന്റെ ചെയ്തത് കൂടുതൽ സംസാരിക്കാനല്ല. മുബാറക്ക് സംസാരിച്ച സമയത്ത് ഇങ്ങനെ അഹ്സനി എന്നുള്ള വാക്ക് അത് അറിയാതെ പറഞ്ഞു പോണതാകും, നേരത്തെ വിളിച്ച ഓർമ്മയിൽ പറയുന്നതാകും. അതുകൊണ്ട് അങ്ങനെ ദയവ് ചെയ്ത് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ മൈക്കെടുത്തപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദുമാര് പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് എപ്പോ പിന്മാറുന്നോ അപ്പൊ മുതൽ അഹ്സനി എന്ന പേരായാലും സഖാഫി എന്ന പേരായാലും അതൊന്നും പിന്നെ വിളിക്കരുത്. ആരെയും നമ്മൾ ഉസ്താദുമാരുടെ പാതയിൽ നിന്ന് പിന്മാറിയ ആരെയും നമ്മൾ ആ പേര് വിളിക്കരുത്. ഉസ്താദുമാര് കൊടുത്ത പേര് ഉസ്താദുമാരെ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. അല്ലാത്ത സമയത്ത് അത് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പൊ മുബാറക്ക് ഇത് ഒരുപക്ഷെ അദ്ദേഹം പലരും ഇവിടെ ടെക്സ്റ്റ് അടിക്കുന്നുണ്ട് അങ്ങനെ വിളിക്കല്ലേ എന്ന്. പക്ഷെ അറിയിക്കണം, ഇൻഷാ അല്ലാഹ് നമ്മൾക്കൊക്കെ വേണ്ടത് നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് മൈക്ക് ആരെങ്കിലൊക്കെ എടുത്തോളൂ, ഞാൻ മൈക്ക് വിടുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആകേശ്ശേരി മൈക്ക് എടുത്തോളൂ. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ മറ്റൊന്ന് എനിക്കിപ്പോ ഓർമ്മയായ മറ്റൊരു വിഷയം കൂടെ, ഈ പറയപ്പെട്ട ഷെയ്ഖിന്റെ ക്ലിപ്പ് ഇപ്പൊ എനിക്ക് അഷ്കർ അയച്ചു തന്നപ്പോ ഞാൻ വേറൊന്ന് കേട്ടു. അങ്ങനെ കേട്ടപ്പോ ഒരുപാട് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ കുറെ പറഞ്ഞല്ലോ, ഇനിയിപ്പോ അതിന്റെ ആവശ്യമല്ല. അഷ്കർ എനിക്ക് അയച്ചു തന്നൊരു ക്ലിപ്പിൽ നിന്ന് ഞാൻ കുറച്ച് കേട്ടത്, ഷെയ്ഖ് തന്നെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ മുരീദന്മാരൊന്നും വെല്ലുവിളിച്ചിട്ട് അല്ലെങ്കിൽ ഖലീഫമാരൊന്നും വെല്ലുവിളിച്ചിട്ട് എവിടെ എത്തണില്ല എന്ന് കണ്ടപ്പോ ഷെയ്ഖ് തന്നെ നേരം കണ്ട് ഇറങ്ങുകയാണ്. ഷെയ്ഖ് തന്നെ നേരം കണ്ട് ഇറങ്ങിയിട്ട് വെല്ലുവിളിക്കുകയാണ്. നിർത്തണോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക പിന്നെ ഒരു ഒച്ച കൊണ്ട് വരും. ഷെയ്ഖ് പുറത്തിറങ്ങിയ ഒരു പ്രത്യേക ഒച്ച വരലുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ഷെയ്ഖിന്റെ കാര്യമായൊരു കറാമത്ത് എന്ന് പറഞ്ഞാൽ പാട്ട് പാടലായിരുന്നു. അല്ല സുഹൃത്തുക്കളെ, പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ല പാട്ട് പാടുന്നത്? അങ്ങനെ പാട്ട് പാടുന്നവരൊക്കെ ഷെയ്ഖാക്കുകയാണെങ്കിൽ ഇന്നിപ്പോ സാഹിത്യോത്സവം എത്ര നല്ല പാട്ട് കേട്ട് നമ്മള് എത്ര കുട്ടികളെ നമ്മള് ഷെയ്ഖാക്കി പിന്നാലെ കൂടേണ്ടി വരും.
ഇയാൾക്കായി നന്നായി പാട്ടും പെയ്ത്തൊക്കെ പാടാൻ പറ്റിയ ഒരുപാട് കുട്ടികളെ സാഹിത്യോത്സവമൊക്കെ ഇപ്പൊ നമ്മളിന്നും നിലക്ക് കേട്ട്. ഇങ്ങനെ കുറെ പാട്ട് കേൾക്കുമ്പോൾ പിന്നാലെ പോവുക, ബെയ്ത്ത് കേൾക്കുമ്പോത്തിന് പിന്നാലെ പോവുക, ഇതൊക്കെയാണ് കറാമത്ത് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറെ ആൾക്കാര്. അതെ അതെ അതെ, ഇൻഷാ അല്ലാഹ് കീഴ്ശേരി ഉസ്താദ് മൈക്കിൽ വരും. അപ്പോ ഏതായാലും നമ്മുടെ വിഷയത്തിൽ തന്നെ മാറണ്ട. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഒരാളെ വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഒരു ആദർശത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ആദർശത്തിനെതിരിൽ വരുന്ന കാര്യങ്ങളെ ആ രൂപത്തിൽ നേരിടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും കാട്ടാളന്മാരായ ആളുകൾക്കൊന്നും പിന്നെ അതൊരു പക്ഷെ നാട്ടിൽ ജീവിച്ചിട്ട് വല്ലാതെ പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില സ്വഭാവങ്ങളും പ്രകൃതങ്ങളുമായിരിക്കും അവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ അവഗണിച്ചാൽ, ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന വലിയ മുസീബത്തുകൾ, അയാൾ എത്ര വലിയ സ്ഥാനത്തുണ്ടായിരുന്ന ആളായിരുന്നാലും ശരി. ഇപ്പൊ ഈ പറഞ്ഞ അബൂബക്കർ പറഞ്ഞത് കേട്ടില്ലേ, ഒരു സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്, വലിയൊരു സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അയാളെ കൊണ്ടുവരാൻ വേണ്ടി കുറെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അങ്ങനെ ഈ പറയപ്പെട്ട നൗഷാദിന് വേണ്ടി ഒരുപാട് ആൾക്കാർ സിന്ദാബാദ് വിളിക്കാണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നോട്ടീസ് ഒട്ടിക്കുകയും പോസ്റ്റ് ഒട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര വലിയ സ്ഥാനമായിരുന്നാൽ പോലും സ്വന്തം ഉസ്താദുമാർക്കെതിരിൽ അയാൾ തിരിഞ്ഞാൽ പിന്നെ അയാളെ പേറണമെങ്കിൽ നാറിയവനെ പേറിയാൽ പേറിയവൻ നാറും എന്നൊരു ചൊല്ല് പഴയ കാലത്ത് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വന്തം ഉസ്താദുമാർക്കെതിരിൽ തിരിഞ്ഞു നടക്കുന്ന, സംഘടനയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന, ആർക്കും വേണ്ടാത്ത ചപ്പു ചവറുകളെ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒരു വേസ്റ്റ് കൊട്ടയായി ആ കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്ത് നമ്മൾ കണ്ടാൽ മതി. അതിൽ അടഞ്ഞു കൂടിയിട്ടുള്ള ഏത് ആളുകളെടുത്ത് പരിശോധിച്ചോളൂ. ഒന്നുകിൽ സംഘടനയിൽ നിന്ന് പിന്നെ സംഘടനാ നേതൃത്വത്തിന്റെ എതിരിൽ സംസാരിച്ച് അങ്ങനെ നേതൃത്വം പിടിച്ച് പുറത്തിട്ടവർ, അല്ലെങ്കിൽ ഉസ്താദുമാര് പഠിപ്പിച്ച ഉസ്താദുമാര് പിടിച്ച് പുറത്തിടുകയും അല്ലെങ്കിൽ ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങി പോവുകയും ചെയ്ത ആളുകൾ, ഇങ്ങനെ ഉള്ള കുറെ ചപ്പു ചവറുകളെ അടിഞ്ഞുകൂടുന്ന ഒരു വേസ്റ്റ് കൊട്ടയായിട്ട് മാത്രം നമ്മൾ ആ പറയപ്പെട്ട ത്വരീഖത്തിനെ അല്ലെങ്കിൽ ആ പറയപ്പെട്ട ആളുകളെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം ബഹുമാനപ്പെട്ട ഖമറുലുലമയുടെയും താജുലുലമയുടെയും ഖമറുലുലമയുടെയും പിന്നിൽ അണിനിരക്കണമെന്നും അവരെ ദീൻ നടത്താൻ വേണ്ടി ഖുതുബുൽ ആലം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്ന ക്ലിപ്പ് വേണമെങ്കിൽ കേൾപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ കൈ ഉയർത്തിയിരുന്നത്. ഉസ്താദ്മാർ അനുമതി ഉണ്ടെങ്കിൽ ഞാൻ എച്ച് ഉസ്താദിനോട് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതൊന്ന് കേൾപ്പിക്കാനായിരിക്കും. ഞാൻ മൊബൈലിൽ നിന്ന് കേൾക്കുന്ന ക്ലിയർ കുറവായിരിക്കും. പിന്നെ PC-യിലേക്ക് കയറ്റി കണക്കാവുമ്പോൾ അത് ഒരുപാട് പിന്നെ ഫയൽ തിരഞ്ഞെടുക്കാനും പേര് എഴുതാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈലിൽ നിന്ന് കേൾപ്പിക്കുകയാണ്, മൈക്കിൽ കൂടെ കേൾപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ക്ലിയർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരൊപ്പം കൂടിക്കോടി ഞങ്ങളോട് ശൈഖുമ്മടെ ഊര് പറഞ്ഞതാണ്. എന്റെ ഔലിയാക്കള് ഞങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് കൂടെ അവരെ തടവിയാക്കി നീട്ടിത്തരണേ അല്ലാഹ്. സംഘടനകൾ സ്വയസും SSF-ഉം മറ്റു ഞങ്ങളുടെ മുഴുവൻ സംഘടനകൾ, സ്ഥാപനങ്ങൾ കുറച്ചതിനെ ഹിസ്സത്തിൽ നിന്നിനെയും ഇനി തിറക്കയിലേക്ക് ഹിസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ ഈ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ നന്നാക്കി തരണേ അല്ലാഹ്. അപ്പൊ കേട്ടില്ലേ? അപ്പൊ ഇത് നമ്മൾ കേൾപ്പിച്ചത് എന്താന്ന് പറഞ്ഞാല് അയാളെ ഇപ്പോഴത്തെയും അപ്പോഴത്തെയും നിലപാട് അറിയാൻ വേണ്ടിയിട്ടല്ല, അത് അയാളെ സൗണ്ട് കേൾക്കാനും അത് ആസ്വദിക്കാനും വേണ്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഇത് കേൾപ്പിക്കണ്ടെന്ന്, സൗണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരോടാണ് പറയുന്നത്. നമ്മളിപ്പോൾ അയാളെ സൗണ്ട് കേട്ട് ആസ്വദിക്കാനല്ലല്ലോ, നമ്മൾക്ക് ഇത് അദ്ദേഹത്തിന്റെ നിലപാട് എവിടെ എത്തിന അദ്ദേഹം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഏത് സ്ഥലത്തപ്പം അദ്ദേഹം ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്കിലേക്ക് വരിക. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുള്ള സഹോദരന്മാരെ? ഹലോ, ശബ്ദം ഓക്കെ. എനിക്ക്
ഈ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ തന്നെയാണ് ഞാൻ പറയണത്. ഇദ്ദേഹം ഈ സംഘടനയിൽ നിൽക്കുമ്പോൾ ഈ സംഘടനക്ക് വേണ്ടി കുറെ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയൊരു വ്യക്തിയാണ്, ഖണ്ഡനങ്ങളും. പക്ഷെ യാദൃശ്യമായിട്ട് അദ്ദേഹം ഈ സംഘടനയിൽ പോകുമ്പോൾ എനിക്കറിയാം, ഇപ്പം മൂവാറ്റുപുഴ സംവാദം ഇദ്ദേഹത്തിനെതിരെ മറ്റേ എന്താണ് പിന്നെ മുജാഹിദായ ഒരു മൗലവി ഉണ്ടായിരുന്നോ, അദ്ദേഹത്തിനെതിരെയൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹനീഫല്ല, മറ്റേ ഒരു സുന്നീന്ന് മുജാഹിദിലേക്ക് പോയല്ലോ, ലബ്ബാദാരിമിയ, അദ്ദേഹവുമായിട്ട് ഇദ്ദേഹം വളരെ നല്ല ഫൈറ്റുകളാണ് പറ്റിയത്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു മനം മാറ്റം വന്നു എന്നുള്ളത് സ്വന്തം സംഘടനയിൽ നടക്കുന്ന അദ്ദേഹത്തിന് പിന്നെ സ്വന്തം സംഘടനയിൽ കാണുന്ന കാഴ്ചകൾ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇത്രയും നല്ലൊരു കഴിവുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ അതെ ഞങ്ങൾക്കറിയാം. ഫൈസലിനെ ഇപ്പൊ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? നമുക്ക് പിന്നെ ഫൈസലിനെ നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഫൈസലേ കേൾക്കണില്ലേ? ഫൈസല് കേൾക്കണില്ലേ? ഫൈസല് എന്റെ ശബ്ദം കേൾക്കണണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് എസ്സടിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞതിന് മറുപടി അറിയാം, പറഞ്ഞു കൊടുത്താലുള്ളതിനായിക്കോട്ടെ എന്നുള്ള ഇറക്കാണ്. എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള ഇറക്കാം. ഫൈസലിന്റെ ശബ്ദം കേൾക്കണ്ടാ? ഉണ്ട്. എന്നാ ഫൈസല് കേട്ടോളൂ കേട്ടാ. അതെ കുരുത്തക്കേട് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ എന്ത് ചെയ്തിരുന്നു, സുതാ പറഞ്ഞിരുന്നു കേട്ടാ. കുരുത്തക്കേട് വാങ്ങിക്കുമ്പോൾ സ്വന്തം ഉസ്താദന്മാര് ഗുരുനാഥന്മാരുടെ കുരുത്തക്കേട് വാങ്ങിച്ചാല് സ്വാഭാവികമായും പിന്നെ അവരെവിടെ എത്തിച്ചേരാന്നുള്ളത് അറിയില്ല. പിന്നെ മാത്രമല്ല, കക്ഷി ഒറ്റക്ക് കക്ഷിയുടെ സ്വന്തം കഴിവും പ്രാപ്തിയും വലുപ്പം കൊണ്ടാണെന്ന് അങ്ങനെ തോന്നിപ്പോയാല് അത് വലിയ അപകടമാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് ഫൈസൽ മനസ്സിലാക്കിയെന്നുള്ളതാണ്. പിന്നെ എന്താണ് അങ്ങനെ ആണ്ട് പോയത് എന്നുള്ളത് അത് ഫൈസലൊന്ന് ക്ഷണിച്ചു നോക്കും. നിങ്ങൾക്കൊരു ആശയവും അതിൻ്റെ ചില ആൾക്കാരുണ്ടല്ലോ, ചില്ലാനം കുറച്ച് കൂടുതൽ ചെലവാക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരൂട്ടാ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളിപ്പോ പറഞ്ഞതിനെ കുറിച്ചേ നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കാശ് നന്നായിട്ട് ചെലവാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനി നിങ്ങൾക്കും കിട്ടും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായോ? അല്ലാതെ സംഘടനയിൽ എന്ത് മണ്ണാങ്കട്ടയിലെ ആളുണ്ടായിരുന്നത്? ഈ പറഞ്ഞ കുരുവട്ടൂരാണെങ്കിൽ സംഘടനയിലുള്ള ആളല്ല, ഒരു സംഘടനയിലും ഇല്ല. അയച്ചൊക്കെ ആളിങ്ങനെ മറ്റേ എന്താ പറയാ തട്ടിപ്പും കറാമത്തും വലിയായി അഭിനയിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ നൗഷാദ് എന്ന് പറഞ്ഞ കക്ഷിയും എന്തില്ല, സംഘടനാ രംഗത്ത് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുകയോ നിർവഹിക്കുകയോ ചെയ്തിരുന്ന ആളല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സംഘടനയുടെ നിലപാടെന്താണെന്നും ഇവിടെ എന്താണ് തകരാറ്, ആശയക്കുഴപ്പം എന്നുള്ളതൊക്കെ അത് ഇവിടെ എല്ലാവർക്കും, അതിലുള്ളവർക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അറിയാം. തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും തരീഖത്തിന്റെയും അതുപോലെ തന്നെ മറ്റു പലതിന്റെയും പേരിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ശരി, എത്ര വലിയവനാണെങ്കിലും ശരി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ടേ അത്തരക്കാർക്കെതിരിലൊക്കെ നടപടിയെടുത്തിട്ടുണ്ട്. അത് ഇവിടെ ശക്തമായി സംഘടനാ രംഗത്ത് നിലകൊണ്ടിരുന്ന ആളുകളായിട്ട് പോലും അവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഫൈസലിനൊന്നും അറിയില്ലായിരിക്കും. മുഡ്യസനാജി എന്ന് പറയുന്ന വളരെ കരുത്തനും പ്രഗത്ഭനും എല്ലാം കൊണ്ടും പ്രഗത്ഭനൊക്കെ ആയിരുന്ന കക്ഷി സുന്നി യുവനസംഘത്തിന്റെ പ്രഗത്ഭനായ സ്റ്റേറ്റ് നേതാവായി നിലനിന്നിരുന്നാണ്. അല്ല സുസ്താദെ, അത് മറ്റൊരു തരിക്കുത്തിന്റെ സപ്പോർട്ടറാണ്. പിന്നെ
അപ്പോ അതെ, ഒതുക്കങ്ങൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പേരിന് വെറുതെ പിൽക്കാലത്ത് അങ്ങനെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അതിനൊന്നും ഉണ്ടാവില്ല, അതിനൊന്നും പ്രവർത്തിക്കലുമില്ല, ആ രംഗത്തും ഉണ്ടാവില്ല. ഇരിക്കട്ടെ. പിന്നെ അപ്പോ ഞാൻ പറഞ്ഞത് എൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഇത് വന്നപ്പോ പോയതാണ്. PM ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നായിട്ട് വന്നപ്പോളേ അതെ, കുട്ടിയസനാജി എത്ര പ്രഗത്ഭനായിരുന്നു, എത്ര പ്രഗത്ഭനായിരുന്നു കുട്ടിയസനാജി. സ്റ്റേറ്റ് നേതാവായിരുന്നു, സജീവം. പക്ഷേ പിഴച്ച തെരീക്കത്തിന്റെ പിന്നാലെ പോയപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിടിച്ചു പുറത്തിട്ടു. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ തന്നെയാണ്. ആ നൂരിഷാ തരീക്കത്താവട്ടെ, ഇനി കന്യാദാന്റെ പേരിൽ നടക്കുന്നതാവട്ടെ, ആലുവ തരിക്കുത്താവട്ടെ, അതുപോലെ പലതും പല തരിക്കുത്തുകളൊന്നും ചെയ്തിട്ടുണ്ട്. പല തരിക്കുത്തുകളെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉടച്ചു വിട്ടിട്ടുണ്ട്. ആ ഉടച്ചു വിട്ടതൊന്നും പിന്നെ എന്ത് ചെയ്തിട്ടില്ല, പൊന്തിയിട്ടില്ല, നേരായിട്ടുമില്ല. മനസ്സിലായില്ലേ? കക്കാട് ഇപ്പം അടുത്ത് വന്ന് അങ്ങനെയുള്ള. അപ്പൊ ആ നിരക്കുള്ള വിരോധമുള്ള പലരും ഉണ്ട്. അതിന്റെ പേരിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും അതിന്റെ നേതാക്കളോടും പണ്ഡിതന്മാരോടും വിരോധമുള്ള ധാരാളം കള്ളത്തരീക്കത്തിന്റെ ആളുകളുണ്ട്. അതുപോലെ തന്നെ വഹാബി മൗദൂദി തുടങ്ങിയുള്ള പുത്തനാശയക്കാർ, തബ്ലീഗാദി ആളുകളുണ്ട്. വഹാബികൾ തന്നെ ഇപ്പൊ പല ഗ്രൂപ്പാണ്. ആ പല ഗ്രൂപ്പിന്റെയും ആളുകളുണ്ട്. ഒക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും നീക്കങ്ങളും മുഅ്മിനീങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കുന്ന, അവരുടെ അമല് ഫസാദാക്കുന്ന ഏത് തരത്തിലുള്ള പുത്തൻവാദികളാണെങ്കിലും ശരി, അത് മുജാഹിദായാലും ജമാഅത്തായാലും പിന്നെ ഖാദിയാനിയാണെങ്കിലും തബ്ലീഗുകാരനാണെങ്കിലും അതിന് തരിക്കുത്തേരനാണെങ്കിലും ഒക്കെ അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെക്കുറിച്ചുള്ള ഇസ്ലാമികമായുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പലരും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പണ്ടേ ശത്രുക്കളുണ്ട്, ഇപ്പോഴുമുണ്ട്, അത് ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും അത്ഭുതമല്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് HS ഉസ്താദ് നേരത്തെ കൈപൊക്കിയിരുന്നു. അതുപോലെ ബാവാമിയർ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് മൈക്ക് വേണമെങ്കിൽ ഉസ്താദിന് മൈക്കിൽ വരാം. പ്രത്യേകിച്ച് ഉസ്താദ് നാട്ടിൽ നിന്നാണല്ലോ, സമയം ഒരുപാടായിരുന്നു, 1:30 മണിയായിട്ടുണ്ട് നാട്ടില്. HS ഉസ്താദ് മൈക്ക് എടുത്തോളൂ. പൈസല് എട്ടിക്കരും മൈക്ക് ചാടരുതിട്ടാ. ഓക്കെ, അപ്പം HS ഉസ്താദിന് വേണ്ടിയിട്ടാണ് മൈക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇനി ഫൈസല് ഇനി എന്നെ സംശയം ചോദിക്കാണ്ടെങ്കിൽ ഫൈസലിന് കൊടുക്കാം. അല്ലെങ്കിൽ എ.ടി. കരീം വന്നിട്ടുണ്ടല്ലോ. എ.ടി. കരീം ഒക്കെ നന്നായി ചോദിക്കുന്ന ആളാണ്. പിന്നെ അൻവർ അഹമ്മദും താഴെ ഇവിടെയൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ വന്നാലുണ്ടാവല്ലോ ചില അടയാളങ്ങളൊക്കെ. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യവും മറുപടിയുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ മദ്രസയിലെ 4ാം ക്ലാസ്സിലോ എത്ര ക്ലാസ് എനിക്ക് ഓർമ്മയില്ല, പഠിച്ചിട്ടുണ്ട്. ഒട്ടകത്തിന്റെ കാഷ്ടം ഒട്ടകത്തിന്റെ മേലെ അറിയിക്കും എന്ന് പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ വന്നാൽ പ്രത്യേക ചില മണങ്ങളും ചില പ്രത്യേകമായ ടെക്സ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോ ഇൻഷാ അല്ലാഹ് ഫൈസൽ ഒന്ന് മൈക്കെടുത്തോളൂ. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് എ.ടി. കരീം വരും. ബാവാമീർ കേൾവിക്കാരൻ ഉസ്താദൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് നാട്ടില് 2 മണിന്റെ അടുത്തായി തുടങ്ങി. ഇനിയിപ്പോ ദീർഘമായിട്ട് ഇരിക്കാൻ വയ്യ. ഇന്നിപ്പോ ഇത്ര നേരം ഇരുന്ന് തന്നെ നേരത്തുള്ള ആ ഫസ്റ്റത്തെ ക്ലിപ്പ് കൊണ്ടാണ് നമ്മളെ എ.പി. ഉസ്താദിന്റെ ഇന്നത്തെ നമുക്ക് സന്തോഷകരമായ ആ ക്ലിപ്പിന്റെ ഭംഗിയിലാണ് ഇപ്പൊ ഇത്രയും നേരം ഇരുന്നത്. ഇന്നലൊക്കെ ഫുള്ള് സാഹിത്യോത്സവം ഓടിക്കളിച്ച കാണാൻ പോയിട്ടൊക്കെ ഉള്ള ആ തിരക്കിലും നേരത്തെ എടുക്കണം എന്ന് കരുതിയതാണ്. പക്ഷെ ഇന്നത്തെ ആ ക്ലിപ്പ് കിട്ടിയപ്പോ പിന്നെ അതൊക്കെ മറന്നുപോയതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് മൈക്ക് വിട്ടു. അവസാനമായിട്ട് ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദുമാർ ഒരിക്കലും, എന്റെ സുഹൃത്തുക്കൾ, നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം പോലും ബാക്കി വെക്കരുത്. നമ്മുടെ ആലിമീങ്ങൾ എന്താ അങ്ങനെ
അവരെന്താ ഇങ്ങനെ എന്ന്. ഇപ്പൊ വേറൊരാളെ കുറിച്ച് ഞാനിങ്ങനെ, അത് കൂട്ടത്തിൽ നമ്മളൊക്കെ അറിയേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടതാണ്. അയാള് സ്ഥിരമായിട്ട് അയാളെ സ്വന്തം വീട്ടിന്റെ അടുത്ത് ഒരു പ്രത്യേകമായ ഷെഡ് കെട്ടിയിട്ട് അവിടെ മാസം മാസം ക്ലാസ്സും പരിപാടികളും ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇയാള് നമ്മളെ ആലിമീങ്ങളെ പണ്ഡിതന്മാരൊക്കെ ക്ഷണിക്കും പരിപാടിക്ക്. അപ്പൊ ചിലപ്പം ഉസ്താദന്മാരെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് അയാൾ ഉദ്ദേശിച്ച സമയത്ത് വരാന് സാധിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരെ കുറിച്ച് നമ്മൾ പിന്നെ ചെറുതായി കാണുക, അല്ലെങ്കിൽ അവർ ശരിയല്ല, ഞാൻ വിളിച്ചിട്ട് വന്നില്ല, നമ്മളെ പരിപാടി, അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും ആലിമീങ്ങളെ കുറിച്ച് അങ്ങനെ ആയി പോകരുത്. അത് വഹാബികളുടെ സ്വഭാവമാണ്. ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുക, പിന്നെ സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തുക, ഉസ്താദുമാരെ എതിർത്ത് സംസാരിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വഹാബിസത്തിന്റെ അടയാളങ്ങളാണ്. അതൊന്നും ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ മൈക്ക് വിട്ടു. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട കേൾവിക്കാർ ഉസ്താദിന്റെ മറുപടിയിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാനുള്ള അവസരങ്ങൾ തരണം. പിന്നെ ഒന്ന്, അദ്ദേഹം കേൾവിക്കാർ ഉസ്താദ് പറഞ്ഞ് നൗഷാദ് ഹസനി പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് പോയതെന്ന്. അപ്പം പണ്ട് മുതലക്കുളം ഒരു മൈതാനില് മറ്റു സമസ്തർ പരിപാടി വെച്ചപ്പോൾ അവിടെ വരും പറഞ്ഞിട്ട് വരാവുന്നത് അന്നും ഈ സംഘടന കൊടുത്ത പൈസന്റെ സ്വാധീനം കൊണ്ടാണോ കെട്ടിന്റെ സ്വാധീനം കൊണ്ടാണോ വരാഞ്ഞിരുന്നത് എന്ന് വ്യക്തമാക്കണം. 2, ഉസ്താദുമാരെ കുർത്തക്കേടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, ഒന്നാമത്തെ ഓരോന്നായിക്കോട്ടെ. അതെ, ആ പൈസ കൊടുത്തിരുന്ന ആളെ, അന്ന് കാശ് കൊടുത്തിരുന്ന ആളെ കൂടെയാണ് ഇപ്പൊ അയാളുള്ളത്. അത് നിങ്ങൾക്കറിയോ? മനസ്സിലായോ? ഇപ്പോ ആ മുതലക്കുളത്ത് പോകാതെ കാശ് കൊടുത്ത് നിർത്തിയ ആളില്ലേ, ആ നിർത്തിയ ആളെ കൂടെയാണ് അന്നുള്ളത് ഇപ്പോഴും ഉള്ളത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഞാൻ പറഞ്ഞു കേട്ടോ പൈസലെ? ഇത് കേട്ടോ? ഒന്നാമത്തേന്റെ മറുപടി ഞാൻ പറഞ്ഞു കേട്ടോ? അല്ല, അതന്നെയാണ്. അതുകൊണ്ടാണോ എന്നല്ല ചോദിച്ചത്. അതെ, കൊടുത്തു. പരസ്യമായും കൊടുത്തിട്ടുണ്ട്, രഹസ്യമായും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇനി അടുത്തത് ചോദിച്ചോളൂ. അപ്പൊ കാശ് കൊടുത്തിട്ടാണോന്ന് വെച്ചില്ലേ നിർത്തിയത്? അതെ, തീർച്ചയായും. കൊടുത്തതാരായിരുന്നു? കൊടുത്തത് ഇപ്പൊ ഏതൊരു തട്ടിപ്പുകാരന്റെ കൂടെയാണോ ഉള്ളത്, ഏതൊരു തട്ടിപ്പുകാരന് വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്, ആ തട്ടിപ്പുകാരൻ തന്നെയാണ് കാശ് കൊടുത്തത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഒന്നുകൂടി മൈക്ക് എടുത്തോട്ടെ, അതിനുശേഷം ഫൈസലിന് മൈക്ക് എടുക്കാം. ആക്ച്വലി ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട് AP സുന്നികളുടെ ഇടയിൽ എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ മൈക്കിലേക്ക് വന്നതേ നമ്മളെ ഫൈസലിന്റെ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. ഫൈസലിന്റെ ചോദ്യത്തിന് ഫൈസലെ നിങ്ങൾ ആദ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ ഇപ്പൊ 2ാമത് കേൾവിക്കാരൻ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി മൈക്കെടുത്ത് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന്റെ മറുപടി ഫൈസൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിപ്പോ മൈക്കിലേക്ക് വന്നത്. അതായത് ഫൈസൽ പറഞ്ഞല്ലോ, ഇത്ര ഈ പിന്നെ പ്രസംഗിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഇതെന്ന് പോകുമ്പോ ഇത് ശരിയല്ലാന്ന് തോന്നിയിട്ടല്ലേ പോയതെന്ന് ഫൈസൽ നേരത്തെ ചോദിച്ചിരുന്നു. അല്ല ഫൈസൽ അങ്ങനെ ചോദിച്ചില്ലേ? ഫസ്റ്റ് ചോദിച്ചില്ല നിങ്ങൾ അങ്ങനെ? പ്രസംഗിക്കാനും നിങ്ങളെ പിന്നെ സംവാദത്തിനൊക്കെ ഉണ്ടായിരുന്ന ഒരാള് പോകുമ്പോ പിന്നെ ഇത് ശരിയല്ല മൈക്ക് പിന്നെയും പോയല്ലോ. ഉസ്താദ് പറയുന്നുണ്ടാവും ചിലപ്പോ. മൈക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമൊന്നും ഉസ്താദ് അവരറിയിക്കാം. പിന്നെ അൻവർ എന്താ ചോദിച്ചത്? എത്ര ഗ്രൂപ്പാണ്? A മുതൽ P വരെ എത്ര ഉണ്ട്? ABCDEFGHIJKLMNOP ആണോ? ആ A മുതൽ P വരെ എണ്ണി നോക്ക് കേട്ടാ. അത്രയും ഗ്രൂപ്പുകളുണ്ട്. സന്തോഷമായിക്കോട്ടെ. ഓക്കെ അൻവറെ, ഞാൻ ചോദിച്ചിട്ട് നമ്മൾ മറുപടി പറയണ്ട. അല്ല, പറഞ്ഞില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വേണ്ടല്ലോ.
AP ഗ്രൂപ്പ്, അതായത് A മുതൽ P വരെ കേട്ടാ. എണ്ണി നോക്കണം എത്ര ഉണ്ട് അക്ഷരമാല. ഓക്കെ, പൈസ എടുത്തോളൂ. അപ്പോ ബഹുമാനപ്പെട്ട കേൾവി ഉസ്താദ് നേരത്തെ പറഞ്ഞു ഉസ്താദുമാരെ കുരുത്തക്കേടാണ്. ഫൈസലിന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ DC അതുകൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഫൈസലിനെ മൈക്ക് എടുത്തോട്ടെ. പിന്നെ ഫൈസലിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഫൈസലിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ഇതില് ഇങ്ങനെ ഒരു പ്രസംഗിക്കാനും സംവാദം നടത്താനൊക്കെ നിന്നിരുന്ന ഒരാള് പോകുമ്പോ സ്വാഭാവികമായിട്ടും ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയല്ല അദ്ദേഹം പോയിട്ടുണ്ടാകുക എന്ന് ഫൈസൽ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഫൈസലൊന്നും അടിച്ചോളൂ. ഞാൻ പെട്ടെന്ന് DC ആയി പോയതാണ്, എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഫൈസൽ അടിക്കട്ടെ, വേറെ ആരും അടിക്കണ്ട. ഫൈസലല്ലേ പറഞ്ഞത്? ഫൈസൽ അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞേ അടിച്ചോളൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് അടിച്ചോളൂ. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഏതോ ഒരു ഫൈസൽ അടിച്ചോട്ടെ, ഏതോ ഒരു സംവാദമൊക്കെ നടത്തിയിരുന്നു അല്ലെങ്കിൽ പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ഒരാള് സ്വാഭാവികമായിട്ട് ഇതിന്ന് പോകാൻ നിൽക്കുമ്പോ അതിത് ശരിയല്ല എന്ന് അറിയുന്നത് കൊണ്ടല്ലേ ഇതിന്ന് പോണത് നിങ്ങൾ ചോദിച്ചില്ലേ? എന്താണ് ഫൈസൽ എന്ന് പ്രതികരിക്കുന്നത്? യെസ്. എന്നാലേ രണ്ടാമത് നിങ്ങൾ പിന്നെ കേൾവിക്കാരൻ സ്ഥാനോട് ചോദിച്ചില്ലേ പിന്നെ എന്തുകൊണ്ട് അങ്ങോട്ട് പോവാതൊന്നും രണ്ടാമത്തെ ചോദ്യം വന്നത്? ആ ചോദ്യത്തിന്റെ മറുപടി ഒന്നാമത്തെ ചോദ്യത്തിലുണ്ട്. അതെന്താണെന്നറിയോ? ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴേ അപ്പൊ മനസ്സിലായി ഇത് വിട്ട് പോകാൻ പറ്റിയ ചരക്കല്ല അവിടെ ഉള്ളത്, ഇതിനേക്കാളും മോശമാണ് അവിടെ ഉള്ളത്. ഇത് വിട്ട് പോകാൻ പറ്റിയ ചരക്കല്ല എന്ന് തോന്നിയപ്പോൾ അങ്ങോട്ട് കടന്നില്ല, ഇതിനാട്ട് വിട്ടും ചെയ്ത് അതിലോട്ട് എത്തിയവുമില്ല. അപ്പൊ രണ്ടിന്റെയും നടുവ് കിടന്ന് കുടുങ്ങിക്കുകയാണ്. ഇപ്പൊ അതാണ് ഇപ്പോഴുള്ള അവസ്ഥ. മനസ്സിലായോ ഫൈസലെ? ഇതിന് അങ്ങോട്ട് പോയി, പക്ഷെ ഇറങ്ങി നോക്കിയപ്പോ തിരിഞ്ഞു, പക്ഷെ ഇതിന് പോകാൻ പറ്റിയ സാധനമല്ല അവിടെ ഉള്ളത്. അങ്ങനെ ഈ പോരന്റ് ഉണ്ടാകുന്നില്ലാന്ന് തോന്നി, പക്ഷെ തിരിച്ചു വന്നപ്പോ ആരോട്ട് എടുക്കണില്ല. അപ്പൊ അങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആരും എടുക്കാത്ത കുറെ ചരക്കര എടുക്കുന്ന പുതിയൊരു ചരക്കാണ് നേരത്തെ പറഞ്ഞ കുരുവട്ടൂർ എന്ന് പറഞ്ഞ ചരക്ക്. അപ്പൊ അതിലാണ് കൂടും ചെയ്ത്. ഇനി അതിനും പുറത്ത് പോകുമ്പോ വഹാബിയൊക്കെ ആവും, അല്ലെങ്കിൽ വേറെ തരീഖത്തിലൊക്കെ എത്തും. മനസ്സിലായോ? അപ്പൊ അത് പറയാനാണ് ഞാൻ മൈക്കെടുത്തത്. ഇൻഷാല്ലാ. പിന്നെ നേരത്തെ അൻവർ അഹമ്മദ് ചോദിച്ചിരുന്നു എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ. അത് ഇൻഷാല്ലാ ഗ്രൂപ്പിന്റെ എണ്ണവും അതിന്റെ അടയാളങ്ങളൊക്കെ എണ്ണിയിട്ട് ഇൻഷാല്ലാ നമുക്ക് കുറെ ചർച്ച നടത്തിയതാണ്. ഇൻഷാല്ലാ കേൾവിക്കാരൻ ഉസ്താദൊക്കെ ആവശ്യം പോലെ ആ എണ്ണവും അതിന്റെ അടയാളങ്ങളൊക്കെ എണ്ണി ഇങ്ങനെ തരും ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം. ഏതായാലും ഫൈസൽ ചോദിച്ചോട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്, ഉസ്താദുമാരെ കുരുത്തക്കേട് കൊണ്ടാണ് അങ്ങനെ ആയതെന്ന് പറയുമ്പോ 1959 ഒരു സമസ്തനെ വേർതിരിഞ്ഞ് മറ്റൊരു സമസ്ത ഉണ്ടാക്കി. അത് ഉസ്താദുമാരെ കുരുത്തക്കേടല്ലായിരുന്നു എന്ന് ചിന്തിക്കണ്ടേ? അവർക്കും അങ്ങനെ ഉണ്ടായിരിക്കില്ലേ? അതുപോലെ തന്നെ പിന്നെ ഈ നൗഷാദ് ഹസനി അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോന്ന് പറയൂ, അതുപോലെ തന്നെ പറഞ്ഞിട്ട് പിന്നെ അടുത്തതിലേക്ക് പറയും. ചോദ്യം ചോദിക്കുന്നത് ഓരോന്ന് കേട്ടാ. ഫൈസലിന് ഒരാളല്ലല്ലോ, ചോദ്യം ഒക്കെ ഓരോന്നോരോന്നായിട്ട്. മനസ്സിലായോ? 89 എന്ത് ചെയ്തിട്ടില്ല, ആരും ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങിച്ചിട്ട് പോയിട്ടില്ല കേട്ടാ. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതുപോലുള്ള വൈരുച്ച സംഭവിക്കാത്തതും. മനസ്സിലായോ? അന്ന് ഇറങ്ങിപ്പോയ ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോയ പണ്ഡിതന്മാർ അവര് എല്ലാ അർത്ഥത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ പ്രബോധന രംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ശക്തിയായി മാറുകയും ഏറ്റവും വലിയ കരുത്തുറ്റ സംഘടനാ സംവിധാനവും പണ്ഡിത സംഘടനയുമായി മാറുകയാണ് ഉണ്ടായത്. അതേസമയം മറുഭാഗത്ത് പറയപ്പെടുന്നവർ അവരെല്ലാ അർത്ഥത്തിലും ശോഷിക്കുകയാണ് ഉണ്ടായത്. പഴയ കുറച്ച് കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും അവരുടെ കയ്യിലുണ്ട് എന്നതിൽ ഒഴിച്ചാൽ എല്ലാ അർത്ഥത്തിലും അപ്പുറത്തുള്ളവർ ശോഷിച്ച് നാശമടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത് കേട്ടാ. അപ്പൊ ഒന്നും ഇവിടെ പുറത്ത് സംഭവിച്ചിട്ടില്ല. ഇപ്പുറത്തോ
ഓക്കെ ബാബ. ഇപ്പുറത്ത് ഇപ്പൊ എണ്ണി പറയണ്ട, മനസ്സിലായില്ലേ? മുമ്പ് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന സംഘടനാ സംവിധാനവും പ്രവർത്തനവുമെല്ലാം കേരളത്തിന്റെ പുറത്തേക്ക് കടന്ന് ഇന്ത്യ രാജ്യത്ത് മിക്ക സ്റ്റേറ്റുകളിലും സ്ഥാപനങ്ങളും പള്ളികളും സംവിധാനങ്ങളും എല്ലാം വളർന്ന് അൽഹംദുലില്ലാഹ് പന്തലിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തും ഇന്ന് ലോകത്തിന്റെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ആ സംഘടനയുടെ പ്രവർത്തനവും ആ പണ്ഡിതന്മാരുടെ സാന്നിധ്യവുമെല്ലാം ഉണ്ടാക്കിയെടുക്കാനും ഈ പണ്ഡിത നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കുരുത്തക്കേടും ഒരു കുഴപ്പമോടെ സംഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് അപ്പുറത്ത് സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അതിനിപ്പോ ഞങ്ങൾ എണ്ണി പറയുന്നില്ല. ഇപ്പൊ അതല്ല ഇവിടെ ചർച്ചാ വിഷയം. നിങ്ങൾ ഈ പറഞ്ഞ വിഷയമല്ല, നിങ്ങളിപ്പോ പറയുന്ന വിഷയം ഇതൊന്നും വേണ്ട വിഷയമല്ല. മനസ്സിലായോ? നിങ്ങളിത് അറിയാത്തത് കൊണ്ടും കേൾക്കാത്തത് കൊണ്ടുമാണ്. ഇവിടെ ഒരു കുരുവട്ടൂർ എന്ന് പറയുന്ന ഒരു കക്ഷി ചില തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് അതിന്റെ പിന്നിൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തെ അത് വ്യക്തികളുടെ തീരുമാനമായി ചിത്രീകരിച്ച് ചില ആളുകൾ മുതലെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇപ്പറഞ്ഞ നൗഷാദുമുണ്ട്. അതുകൊണ്ടാണ് നൗഷാദിനെ പരാമർശിച്ചത്. അല്ലാതെ നൗഷാദ് ഒരു വിഷയമായതുകൊണ്ടല്ല. അത് വിഷയം ആക്കിയിട്ട് കാര്യമില്ല. ഫൈസലിനെ അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഫൈസലിനെ അറിയാത്തൊരു കാര്യത്തില് വെറുതെ സംസാരിച്ച് സമയം കളയേണ്ടതില്ല എന്നറിയിക്കുന്നു. നൗഷാദിന് എന്തെങ്കിലും കാര്യപ്രസക്തമായുള്ള എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. മനസ്സിലാവില്ലേ? അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, വിശദമായി കൊടുത്തോളൂ. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫൈസലിന്റെ ചോദ്യത്തിന്റെ ഒരു മർമ്മം, അതായത് ഉസ്താദുമാർക്കെതിരെ സംസാരിച്ചാൽ ഗുരുത്തക്കേട് സംഭവിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അതനുസരിച്ച് 1989 നിങ്ങളെ മുമ്പുണ്ടായിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നില്ലേ? അപ്പൊ നിങ്ങൾക്കും ഗുരുത്തക്കേട് തട്ടണ്ടേ എന്നാണ് ഫൈസൽ ചോദിച്ചത്. എന്നാ ഫൈസൽ ആ ഗുരുത്തക്കേട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇറങ്ങിപ്പോന്നത്. അന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഗുരുത്തക്കേട് തട്ടുമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രൂപീകരിച്ചത് പുത്തൻ പ്രസ്ഥാനക്കാർ, ബിദ്അത്തുകാർ, വഹാബി, മൗദൂദി അതുപോലെയുള്ള ആ പുത്തൻ പ്രസ്ഥാനക്കാർ, അതോടൊപ്പം വ്യാജ ത്വരീഖത്തുകാർ, കള്ള ത്വരീഖത്തുകാർ, അത്തരം ആളുകൾക്കെതിരിൽ സാധാരണക്കാരായ മുസ്ലിം സമുദായത്തെ സത്യം